സോ ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് ലോ ആൻഡ് മൊറാലിറ്റി ആണ്. ജൂറിസ്പ്രുഡൻസിലെ ലോ ആൻഡ് മൊറാലിറ്റി തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന്. ഓൾറെഡി നമുക്കറിയാം, ലോ എന്ന് പറഞ്ഞാൽ എന്താ, നിയമമാണ്. അതായത് ഹ്യൂമൻ കോണ്ടക്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇതാണ് നമ്മൾ ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ദെൻ മൊറാലിറ്റി എന്ന് പറയുന്ന എത്തിക്സ് അല്ലെങ്കിൽ ധാർമ്മികത എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. ഈ ലോയും മൊറാലിറ്റിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ടോ? അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഈ ലോയും മൊറാലിറ്റി തമ്മിലുള്ള കണക്ഷനെ പറ്റി കുറെ ജൂറിസ്റ്റുകൾ ഫേവർ ചെയ്തും അല്ലാതെയും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. കുറച്ച് ആളുകൾ പറഞ്ഞു ലോയിൽ മൊറാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞവരുണ്ട്. ഇനി ലോയിൽ തന്നെ ഒരു ഇന്നർ മൊറാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞവരുമുണ്ട്. ലോയിൽ മൊറാലിറ്റിയുടെ ആവശ്യമില്ല എന്ന് പറയുന്നവരുമുണ്ട്. അപ്പൊ ഇതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത്. ഇപ്പൊ ലോ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം നമ്മൾ നോക്കുന്നത് എന്താണ്, വാട്ട് ഈസ് ലോ എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്താ ലോ എന്ന് പറയുന്നത്? ലോ റിഫേഴ്സ് ടു ദ സിസ്റ്റം ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുറച്ച് റൂൾസ് അല്ലെങ്കിൽ കുറച്ച് റെഗുലേഷൻസ് ആണ് ദാറ്റ് എക്സ്റ്റാബ്ലിഷ് ബൈ ദ ഗവർണിംഗ് അതോറിറ്റീസ്. എന്ത് ചെയ്യുന്നതാണ്? ആ ഒരു സുപ്പീരിയർ അതോറിറ്റീസ് അല്ലെങ്കിൽ പീപ്പിളിനെ ഗവേൺ ചെയ്യുന്ന അതോറിറ്റീസ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന, ഇപ്പൊ നമ്മുടെ ലെജിസ്ലേച്ചർ, അപ്പൊ അതേപോലെ തന്നെ ഗവേണിംഗ് അതോറിറ്റീസ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഹ്യൂമൻ കോണ്ടക്ട് റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള. ഹ്യൂമൻ കോണ്ടക്ട് റെഗുലേറ്റ് ചെയ്യാന്ന് പറയുന്നത് അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ, പീപ്പിളിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനും, അതല്ലെങ്കിൽ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യില്ലേ അവിടെ ഒരു ലോ ഇല്ലെങ്കിൽ, അപ്പൊ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ആൻഡ് ഓൾസോ ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും, പിന്നെ എന്ത് ചെയ്യാനായിട്ട്? ജസ്റ്റിസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട്, സാമൂഹ്യമായിട്ടുള്ള നീതി പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ലോ എന്ന് പറയുന്നത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ലോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഗവർണിംഗ് അതോറിറ്റീസ് വഴിയായിട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനും, അതുപോലെ തന്നെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ ജസ്റ്റിസ് പ്രൊമോട്ട് ചെയ്യാനായിട്ടും. ആക്ച്വലി ഇത് കുറച്ചൊരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് ഫോർ ബിഹേവിയർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹ്യൂമൻ കണ്ടക്ട് ബിഹേവിയർ, അതായത് ഹ്യൂമൻ ബിഹേവിയർ അല്ലെങ്കിൽ ഹ്യൂമൻ കണ്ടക്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് മനുഷ്യരുടെ പ്രവൃത്തികൾ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ പറയുന്നത്. അതല്ലെങ്കിൽ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ഇഷ്ടമുള്ള പോലെ ബിഹേവ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് മേ ബി ക്രൈം ആയിട്ട് സംഭവിക്കാം. അപ്പോൾ മറ്റുള്ളവരുടെ റൈറ്റ്സ് എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു റെഗുലേഷൻസും റൂൾസും ഒന്നും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്കിഷ്ടമുള്ളതായിരിക്കും ഞാൻ ചെയ്യുന്നത്. അത് മറ്റൊരുത്തിന് ഇഷ്ടമാണെന്ന് ഞാൻ നോക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? ചിലപ്പോൾ മറ്റൊരാളുടെ റൈറ്റ് അത് വയലേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ആർ ദർ. സോ അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിലുള്ള, വിത്തിൻ ദ സൊസൈറ്റി ജനങ്ങളുടെ ബിഹേവിയർ അതിന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് റൂൾസ് അല്ലെങ്കിൽ റെഗുലേഷൻസിനെയാണ് നമ്മൾ ഒന്ന് പറയുന്നത്. ആൻഡ് ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് ദീസ് സ്റ്റാൻഡേർഡ്സ്, ഇനി ഇൻ കേസ് ഈ പറയുന്ന സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഈ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിലോ, ദാറ്റ് റിസൾട്ട് ഇൻ സാങ്ഷൻ. സാങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പണിഷ്മെന്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലോ ഈസ് ദ കമാൻഡ് ഓഫ് ദി സോവറിൻ വിച്ച് ഈസ് ബാക്ക്ഡ് ബൈ ദ സാങ്ഷൻ എന്നുള്ള ഓസ്ട്രിയന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താ? ലോ എന്ന് പറയുന്നത് സോവറിന്റെ കമാൻഡുകളാണ്. ആ കമാൻഡുകൾ ഫോളോ ചെയ്തില്ലെങ്കിൽ വിച്ച് ഈസ് ബാക്ക്ഡ് ബൈ എ സാങ്ഷൻ, അവിടെ എന്തുണ്ട്? സാങ്ഷൻ ഉണ്ട്, വിച്ച് മീൻസ് പണിഷ്മെന്റ് അവിടെ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓസ്ട്രിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ? ഫിയർ ഓഫ് പണിഷ്മെന്റ് കൊണ്ടാണ് ഈ പറയുന്ന ലോ ആളുകൾ ഫോളോ ചെയ്യുന്നതെന്ന്. സോ അപ്പോൾ അവിടെ പണിഷ്മെന്റിന്റെ എലമെന്റ് അവിടെ അത്രത്തോളം, അല്ലെങ്കിൽ സാങ്ഷന്റെ എലമെന്റ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നാണ് ഓസ്ട്രിൻ ഒക്കെ പറഞ്ഞിട്ടില്ലേ. ഓസ്ട്രിന്റെ കാര്യമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ സാങ്ഷനിൽ അത് റിസൾട്ട് ചെയ്യും എന്നാ പറയുന്നത്. ഇൻ കേസ് ഇത് റെഫ്യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഫെയിലിയർ ടു ഡിസ്ചാർജ്, അല്ലെങ്കിൽ ഫെയിലിയർ ടു കംപ്ലൈ വിത്ത്, ഫോളോ ചെയ്യാനായിട്ട് ഇത് ഡിസ്ചാർജ് ഫെയിൽ ആവുകയാണ് എങ്കിൽ, ഫോളോ ചെയ്യാനെങ്കിൽ ഈ സ്റ്റാൻഡേർഡ്സ്, ബിഹേവിയറൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യാൻ ഫെയിലിയർ ആവുകയാണെങ്കിൽ അവിടെ സാങ്ഷൻസിലായിരിക്കും റിസൾട്ട് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് പണിഷ്മെന്റ്സിലായിരിക്കും റിസൾട്ട് ചെയ്യുന്നത്. സോ സിംപ്ലി ലോ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എൻഫോഴ്സിബിൾ ബൈ കോർട്സ് ഓർ അതർ ഗവർണിംഗ് ബോഡീസ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ബോഡീസ്, മറ്റ് ഗവൺമെന്റ് അതോറിറ്റീസ് അല്ലെങ്കിൽ ഗവർണിംഗ് ബോഡീസ് വഴിയായിട്ട് നമുക്ക് എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനത്തിനെയാണ് നമ്മൾ ലോ എന്ന് നമ്മൾ പറയുന്നത്. So, which makes it an external structural system that defines what is permissible or prohibited. Law ആണ് എന്ത് തീരുമാനിക്കുന്നത്? വാട്ട് ഈസ് ഗുഡ് അല്ലെങ്കിൽ വാട്ട് ഈസ് എന്താ പറയുക, പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഏതാണ് കോൺട്രറി ടു ദ ലോ, അല്ലെങ്കിൽ ഏതാണ് പ്രൊഹിബിറ്റഡ് ടു ഡു എന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കുന്ന ലോ വഴിയായിട്ടാണ്. അതായത് നിയമം ഒരു കാര്യം പറയുന്നുണ്ട് എങ്കിൽ അത് ചെയ്യരുതെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യരുതാത്ത കാര്യമാണ്, ചെയ്യാൻ പറയുന്ന കാര്യം ചെയ്യേണ്ടതുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന, ലോ അനുസരിച്ചിട്ടാണ് ഒരു സ്ട്രക്ചറൽ സിസ്റ്റം അവിടെ ഡിസൈൻ ചെയ്തു വരുന്നത്. വാട്ട് ഈസ് പെർമിസിബിൾ, ഏതാണ് പെർമിസിബിൾ ആയിട്ടുള്ള, അനുവദനീയമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതാണ് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത്. സോ ഇനി മൊറാലിറ്റി എന്താ? ഇപ്പൊ ലോ ഇതാണെന്ന് നമ്മൾ പറഞ്ഞു, ഹ്യൂമൻ കണ്ടക്ട് റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട്. ഓക്കെ, ദെൻ മൊറാലിറ്റി എന്താ? മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ, ഓൺ ദ അതർ ഹാൻഡ്, മൊറാലിറ്റി എന്ന് പറയുന്നത് കുറച്ച് സെറ്റ് ഓഫ് വാല്യൂസ്, നമ്മൾ പറഞ്ഞ ധാർമ്മികത അല്ലെങ്കിൽ എത്തിക്സ് എന്നൊക്കെ പറയും. അതൊരു സെറ്റ് ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആണ്, അല്ലെങ്കിൽ കുറച്ച് ബിലീഫ്സ് ആണ് ദാറ്റ് ഗൈഡ് ദ ഇൻഡിവിജ്വൽ ബിഹേവിയർ
ബേസ്ഡ് ഓൺ വാട്ട് ഈസ് പെർസീവ്ഡ് ആസ് റൈറ്റ് ഓർ റോങ്. യെസ്, എന്താണ് റൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ശരിയായിട്ട് അല്ലെങ്കിൽ എന്താണ് തെറ്റായിട്ട് നമ്മൾ പെർസീവ് ചെയ്യുന്നത്, കണക്കാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയർ എടുത്ത് നോക്കുമ്പോൾ, ഒരു വ്യക്തിയുടെ സ്വഭാവം എടുത്ത് നോക്കുമ്പോൾ ഇതിൽ എന്താണ് നമുക്ക് ശരിയായിട്ട്, നമുക്കൊരു ധാർമ്മികത ഉണ്ടാവുമല്ലോ, എത്തിക്കലി എന്താണ് ശരിയായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബിലീഫ് അനുസരിച്ച് അപ് ടു നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ ആ ഒരു ബിലീഫ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ കാഴ്ചപ്പാട് അനുസരിച്ച് എന്താണ് ശരി അല്ലെങ്കിൽ എന്താണ് തെറ്റ് എന്ന് പെർസീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൊറാലിറ്റി എന്ന് പറയുന്നത്. സോ മൊറാലിറ്റി എന്ന് പറയുന്നത് പല കാര്യങ്ങളിൽ നിന്നായിരിക്കാം അത് വരുന്നത്. ഇപ്പോൾ നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള ബിലീഫ്സ് അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൽ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ റിലീജിയസ് ബിലീഫ്സ് അല്ലെങ്കിൽ മറ്റ് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ബിലീഫ്സ്, ഇതിൽ നിന്നൊക്കെയാണ് മൊറാലിറ്റി അവിടെ വരുന്നത്, ധാർമ്മികത എന്ന് പറയുന്നത്. കാരണം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. ഇപ്പൊ എൻ്റെ ഒരു കൾച്ചറൽ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ എൻ്റെ ബിലീഫ്, എൻ്റെ മോറൽ പ്രിൻസിപ്പിൾസ് ഒക്കെ അനുസരിച്ചായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എത്തിക്കലി കറക്റ്റ് ആയിരിക്കും. ചിലരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് എത്തിക്കലി കറക്റ്റ് ആയിരിക്കില്ല. സോ ഇതെന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ ബോഡി അവിടെ പറയുന്ന, നേരത്തെ പ്രിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫിലോസഫിക്കൽ ബിലീഫ്, റിലീജിയസ് ബിലീഫ്സ്, കൾച്ചറൽ ബിലീഫ്സ്, ഇതിൽ നിന്നൊക്കെ സ്റ്റെം ചെയ്തു വരുന്ന അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ അതിലൊക്കെയാണ് എന്ത് മൊറാലിറ്റി റൂട്ടഡ് ആയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് മോർ സബ്ജക്റ്റീവ് ആൻഡ് ഇന്റേണൽ ദാൻ ലോ. അൺലൈക്ക് ലോസ് പോലെയല്ല എന്ത്, മോറൽ കോഡ്സ് ആർ നോട്ട് എൻഫോഴ്സ്ഡ് ബൈ എനി ഒഫീഷ്യൽ ബോഡി. നമുക്കറിയാം മോറൽ ലോസ് ഒരിക്കലും നമുക്ക് എൻഫോഴ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പൊ സപ്പോസ് ഒരാൾ മുങ്ങിത്താഴാൻ പോവുക, ഞാൻ അയാളെ രക്ഷിച്ചില്ല എന്ന് പറയുന്നത്, എനിക്ക് സ്വിമ്മിങ് അറിയാവുന്നിട്ടും ഞാൻ അയാളെ രക്ഷിച്ചില്ല എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സ്വിമ്മിങ് അറിയാം എന്നിട്ട് നിങ്ങൾ ഒരാളെ രക്ഷിച്ചില്ല എന്ന് പറയുന്നത് എത്തിക്കലി അത് അത്ര കറക്റ്റ് ആയിട്ട് നമുക്ക് തോന്നില്ല, അല്ലെങ്കിൽ മോറലി അത് റോങ് ആണ്. സ്വാഭാവികമാണ്, മോറലി അത് റോങ് ആണ്. ഒരാൾ മുങ്ങിത്താഴാൻ പോകുന്നു, മുങ്ങിത്താഴാൻ കണ്ടിട്ടും നിങ്ങൾക്ക് സ്വിമ്മിങ് കണ്ടിട്ടും നിങ്ങൾ അയാളെ രക്ഷിച്ചില്ല, ഇത് മോറലി റോങ് ആണ്. ബട്ട് ഒരിക്കലും ഇയാള് രക്ഷപ്പെട്ടു വന്നു എന്ന് വിചാരിക്കാം, അയാൾ മുങ്ങി ചത്തില്ല, രക്ഷപ്പെട്ടു വന്നു. എന്നിട്ട് രക്ഷപ്പെട്ടു വന്നു കഴിയുമ്പോഴേക്കും ഇയാൾക്ക് എനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് അയ്യോ നഷ്ടപരിഹാരം തരണം, ഇയാൾ വേണ്ട ഡ്യൂട്ടി ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം എന്താ, എനിക്ക് അയാളോട് വല്ല ലീഗലി ഡ്യൂട്ടി ഉണ്ടോ? ഇല്ല. ലോ ഒരിക്കലും പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഇതിപ്പോ എൻ്റെ കുട്ടിയായിരുന്നെങ്കിലോ, എൻ്റെ കുട്ടി വിശന്നിട്ട് ഫുഡ് കൊടുക്കുക, കരയായിരുന്നു, ഞാൻ എൻ്റെ ഫുഡ് കൊടുത്തില്ല, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, ഞാൻ ഫുഡ് കൊടുക്കാതിരുന്നു, കുട്ടി മരിച്ചുപോയി. അങ്ങനെയാണെങ്കിലോ എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ? ഞാൻ ഒന്നും കൊടുത്തില്ല ബട്ട് കുട്ടി മരിച്ചുപോയി എന്നുള്ള കാര്യത്തിൽ? അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടെ ഒരു ലീഗലി ഡ്യൂട്ടി ഉണ്ട് ആ പേഴ്സണോട്. അപ്പൊ ലീഗലി ഉള്ള ഡ്യൂട്ടി ഉള്ള പേഴ്സൺ ആണ് അത് ചെയ്യാതിരിക്കുന്നതെങ്കിൽ അതെന്താ, അത്തരത്തിലുള്ള ഒമിഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലീഗൽ ഡ്യൂട്ടി ഉള്ള വ്യക്തി അത് ചെയ്യാതിരിക്കുമ്പോൾ ആ ഒരു ഒമിഷൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രൊഹിബിറ്റഡ് ആണ്, ചെയ്യരുത്, അത് റോങ്ഫുൾ ആയിട്ടുള്ള ഒമിഷൻസ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് ലോയിൽ ഓൾറെഡി പ്രിസ്ക്രൈബ്ഡ് ആണ് ഏതൊക്കെയാണ് റോങ്ഫുൾ ആയിട്ടുള്ള ഒമിഷൻ, റോങ്ഫുൾ ആയിട്ടുള്ള ആക്ടുകൾ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മൊറാലിറ്റിയിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ഓരോ പേഴ്സൺ അല്ലെങ്കിൽ ഓരോരുത്തരുടെ കൾച്ചറൽ ബിലീഫ്, സ്റ്റാൻഡേർഡ്സ്, ഫിലോസഫിക്കൽ, റിലീജിയസ് പെർസ്പെക്റ്റീവ്സ് ഒക്കെ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞുകൊണ്ട് അതൊരിക്കലും നമുക്ക് കോടതി പോയി എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. ലീഗലി ഡ്യൂട്ടി ഉള്ള പേഴ്സണായി ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എൻഫോഴ്സ് ചെയ്തെടുക്കാം, കോടതി പോയിട്ട് എൻഫോഴ്സ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ബട്ട് ഇതങ്ങനെയല്ല. മോറൽ ഡ്യൂട്ടി ഞാൻ ചെയ്തില്ല അല്ലെങ്കിൽ സം മോറൽ കോഡ്സ്, അത് നമ്മൾ എൻഫോഴ്സ് ചെയ്തെടുക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല, ഒരു ഒഫീഷ്യൽ ബോഡി വഴിയായിട്ട് അല്ലെങ്കിൽ കോർട്ട് ത്രൂ എൻഫോഴ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. സോ ദേ ആർ ഇൻഫോർമലി അപ്ഹെൽഡ് ബൈ സോഷ്യൽ പ്രഷേഴ്സ് ആൻഡ് പേഴ്സണൽ ബിലീഫ്. അതാണ് പറയുന്നത്, ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസങ്ങളും അല്ലെങ്കിൽ അവരുടെ ആ ഒരു സൊസൈറ്റൽ നോംസ്, റൂൾസ് ഒക്കെ അനുസരിച്ചിട്ട് ശരിവെക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എത്തിക്കലി ഇതാണ് ശരി അല്ലെങ്കിൽ മോറലി ഇതാണ് ട്രൂ എന്ന് പറയുന്നത്. സോ അതൊരിക്കലും അതിനൊരു എൻഫോഴ്സിബിലിറ്റി വരുന്നില്ല. നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ബിലീഫ്സ് ആണ് ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്നത്. സോ അതാണ് എന്താണ് റൈറ്റ് ഓർ റോങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിലീജിയസ് പെർസ്പെക്റ്റീവ്സ് അനുസരിച്ച് നമ്മൾ പെർസീവ് ചെയ്യുന്നത്. ഇനി സോ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? ദെൻ കമ്മിങ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോ ആൻഡ് മൊറാലിറ്റിയിലേക്ക് വരുമ്പോൾ, ലോ ആൻഡ് മൊറാലിറ്റി എന്ന് പറയുന്നത് ഹാസ് ബീൻ ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദി മച്ച് ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻ. നമുക്ക് തന്നെ അറിയാം ലോയിൽ മൊറാലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾ ഹാർട്ടിനെ പറ്റിയും ഫുള്ളറിനെ പറ്റിയും ഈ രണ്ടുപേരെ പറ്റിയും ജൂറിസ്പ്രുഡൻസ് നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഹാർട്ട്, ഫുള്ളർ എന്ന് പറയുന്നത് ഏതോ ഒരു ടോപ്പിക് എടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു ഹാർട്ടിന്റെ കോൺസെപ്റ്റും അതുപോലെ തന്നെ ഫുള്ളറിന്റെ ഒക്കെ ഡെഫിനിഷൻ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഹാർട്ടും ഫുള്ളറും തമ്മിലൊരു ഡിബേറ്റ് ഉണ്ടായിരുന്നു എന്ന്. അതായത് ഇവർ തമ്മിലൊരു ഡിബേറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവരവിടെ ഇരുന്ന് അപ്പുറം ഇരുന്ന് അടികൂടുകയല്ലായിരുന്നു, ഇവർ ആർട്ടിക്കിൾസ് എഴുതിയിട്ടായിരുന്നു. അതായത് ഹാർട്ടിന്റെ ഒരു ഭാഗം പറയുന്നു, ദെൻ ഫുള്ളറിന്റെ ഒരു ഭാഗം പറയുന്നു. ഇങ്ങനെയായിരുന്നു ഇവർ ഡിബേറ്റ്. ഇതിൽ ഫുള്ളറിനെ സംബന്ധിച്ചിടത്തോളം ലോയിൽ ഒരു ഇന്നർ മൊറാലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു ഫുള്ളർ. ഹാർട്ട് പറഞ്ഞ ലോയിൽ ഒരു ഇന്നർ മൊറാലിറ്റി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. സോ ഇപ്പൊ നമുക്കിത് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് നോക്കാം എന്തായിരുന്നു എന്നുള്ളത്. ഇത് കൂടാതെയും ഫ്രൈറ്റ്മാൻ എന്ന് പറയുന്ന വ്യക്തിയും അങ്ങനെ കുറെ ജൂറിസ്റ്റുകൾ ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി ഒരു വൈഡ് ഡിസ്കഷൻ നടന്നിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ലോ മൊറാലിറ്റി തമ്മിലുള്ള ഒരു ഇന്റർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വെദർ ദർ ഈസ് എനി എക്സിസ്റ്റൻസ് ഓഫ് മൊറാലിറ്റി ലോ എന്നുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയൊക്കെ.
അപ്പോൾ ഇത് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്, നമുക്കത് നോക്കാം. അപ്പോൾ മൊറാലിറ്റി എന്ന് പറയുന്നത് എയിംസ് അറ്റ് ഇൻക്രീസിങ് സോഷ്യൽ ഹാർമണി. അവിടെ ഒരു സൊസൈറ്റിയിൽ ഹാർമണി കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ഒരു ഒത്തൊരുമ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൊറാലിറ്റി എയിം ചെയ്യുന്നത്. അതിന്റെ പ്രൈം ഒബ്ജക്റ്റീവ് അത് തന്നെയാണ്. അതായത് ഒരു എക്സസീവ് സെൽഫിഷ്നെസ് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് എല്ലാവരും സ്വന്തം കാര്യം നോക്കുക ആ ഒരു ചിന്തയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരോടും നമുക്കൊരു എത്തിക്സ് ഉണ്ട് എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ. നിങ്ങൾ ആ മുങ്ങിത്താഴ്ന്ന കഥ ഓർത്താൽ മതി, മുങ്ങിത്താഴ്ന്ന ആൾ രക്ഷിക്കുന്ന സിറ്റുവേഷൻ. അതുപോലെ അതൊരു മോറലി നമുക്ക് നോക്കുമ്പോൾ നമ്മൾ ചെയ്തത് റോങ് ആണ്. എനിക്കറിയാം സ്വിമ്മിങ് എന്നിട്ട് ഞാൻ രക്ഷിച്ചില്ല എന്ന് പറയുന്നത് മോറലി എൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ നോട്ട് ദ റൈറ്റ് വേ എന്ന് നമ്മൾ പറയില്ല. ഇത് കറക്റ്റ് അല്ല, എത്തിക്കലി ട്രൂ അല്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു റൈറ്റ് വേ അല്ല എന്ന് പറയും. അങ്ങനെ പറയുന്ന പോലെ ആ ഒരു എക്സസീവ് സെൽഫിഷ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഒരു ബാഡ് കണ്ടക്ട്, ഒരു ബിഹേവിയറൽ ബാഡ് കണ്ടക്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരോടുള്ളത് അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള അത് പൊട്ടൻഷ്യൽ ഡിസ്ഇൻറ്റഗ്രേറ്റീവ് ഫോഴ്സസ് ഇൻ സോഷ്യൽ ലൈഫ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടും എന്ത് ചെയ്യുന്നത്, മൊറാലിറ്റിയുടെ സോൾ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സോൾ പേർപ്പസ് എന്നൊക്കെ പറയുന്നത്. സോ ദി ഡിസ്റ്റിങ്ഷൻ വിച്ച് ക്യാരക്ടറൈസ് law as concerned with extension life and morality as concerned with internal conduct was first put forward by Kant. ഇപ്പൊ ലോയും മൊറാലിറ്റിയും തമ്മിലുള്ള ആ ഒരു ഇന്റേണൽ കണ്ടക്ട് അല്ലെങ്കിൽ ലോ എന്ന് പറയുന്നത് കൺസേൺ ചെയ്യുന്ന എക്സ്റ്റേണൽ ലൈഫിനെ പറ്റിയാണ് എങ്കിൽ ദെൻ മൊറാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ കോണ്ടക്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് ബിഹേവിയർ അതിനെ പറ്റിയാണ് മൊറാലിറ്റി പറയുന്നത്. എന്ന് ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇതിനെ പറ്റിയുള്ള ഒരു ഫസ്റ്റ് ഡിസ്റ്റിങ്ഷൻ, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഡിസ്റ്റിങ്ഷൻ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കാന്റ്. കാന്റ് മീൻസ് ഇമ്മാനുവൽ കാന്റ് കേട്ടോ. ഇയാളാണ് ആദ്യമായിട്ട് ഇത് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അഗെയിൻ ഇറ്റ് വാസ് സ്ട്രെങ്തൻഡ് ബൈ ദി സപ്പോർട്ടേഴ്സ് ലൈക്ക് പല ടൂറിസ്റ്റുകളും ഇത് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാറ്റോൺ, പിന്നെ അതുപോലെ തന്നെ കാൻഡ്രോക്സ്, പേരൊന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, സ്റ്റാംലർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ. സോ ഈ ഒരു വ്യൂവില് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു വ്യൂ പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോ റിക്വേഴ്സ് എക്സ്റ്റേണൽ കംപ്ലൈൻറ്റ്സ് വിത്ത് എക്സിസ്റ്റിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻ റിഗാർഡ്ലെസ് ഓഫ് അണ്ടർലൈങ് മോട്ടീവ്. സോ മൊറാലിറ്റി എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞിരിക്കുന്നത്, അപ്പീൽസ് ടു ദ കൺസൈൻസ് ഓഫ് മാൻ, അതായത് അവരുടെ അവബോധം എന്ന് പറയില്ലേ, കൺസൈൻസ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അതിനെ അപ്പീൽ ചെയ്തിട്ടാണ് വരുന്നത്. ലോ നമ്മൾ ഹെട്രോണോമസ് ആയിട്ടാണെങ്കിൽ മൊറാലിറ്റി എന്ന് പറയുന്നത് ഓട്ടോണോമസ് ആയിട്ടാണ് പറയുന്നത്. ലോ എപ്പോഴും ഹെട്രോണോമസ് ആണ് എങ്കിൽ മൊറാലിറ്റി എന്തായിരിക്കും, ഓട്ടോണോമസ്, അതായത് ഡിപ്പെൻഡിങ് അപ്പോൺ ഓരോ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചായിരിക്കും ഇരിക്കുന്നത്. സോ അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ്, ലോയും മൊറാലിറ്റിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് it's more complex and ambiguous and fluid than these classical distinctions. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് in certain it is as concerned with inner life and intentions as morality. നമ്മുടെ ഒരു ഇന്നർ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്റൻഷൻസ്, നമ്മുടെ ഇന്നർ ഇന്റൻഷൻ, നമ്മുടെ ഒരു ഉദ്ദേശം എന്താണോ ഇതാണ് മൊറാലിറ്റി ആയിട്ട് നമ്മൾ കൺസേൺ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ക്രിമിനൽ ലോയിൽ എടുക്കുകയാണെങ്കിൽ when the question of menstruation arise, മെൻസ്ട്രി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അറൈസ് ചെയ്യുന്ന സിറ്റുവേഷൻ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ അവിടെ നോക്കുന്നത് എന്താ, നമുക്കൊരു മെന്റൽ ഇന്റൻഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മെന്റലി ഉണ്ടായിരുന്ന ഉദ്ദേശം എന്താണ്, നമുക്ക് കുറ്റകരമായ മനസ്സാണോ എന്നല്ലേ നോക്കുന്നേ. അപ്പോഴും നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ ഒരു എത്തിക്കൽ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ മൊറാലിറ്റീനെ പറ്റി, ഇന്നർ ലൈഫിനെ പറ്റി, ഇന്റൻഷൻസിനെ പറ്റി അവിടെ കൺസേൺ ചെയ്യുന്നുണ്ട്. സോ സിമിലർലി മൊറാലിറ്റി ഈസ് കൺസേൺ വിത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ കണ്ടന്റ് സംടൈംസ്. സോ അതുകൊണ്ട് തന്നെ ചില സിറ്റുവേഷനിൽ നമ്മൾ ഇന്നർ ആയിട്ടുള്ള ആ ഒരു നമ്മുടെ ഒരു ലൈഫിനെ പറ്റിയാണ് മൊറാലിറ്റി കൺസേൺ ചെയ്യുന്നത് എങ്കിൽ പോലും ഇപ്പൊ മെൻസ്ട്രി ഒക്കെ ക്രിമിനൽ ലോയിൽ എടുത്ത് നോക്കുന്ന സിറ്റുവേഷനിൽ ഇന്റേണൽ കണ്ടക്റ്റും അതുപോലെ തന്നെ എക്സ്റ്റേണൽ കണ്ടക്റ്റും രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, മൊറാലിറ്റി അവിടെ കൺസേൺ ചെയ്യുന്നുണ്ട്. സോ ലോയും മൊറാലിറ്റിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എടുത്ത് നോക്കുമ്പോൾ പണ്ട് കാലങ്ങളിൽ, അതായത് ഗ്രീസിലൊക്കെ പല ടൂറിസ്റ്റുകളും ഈ ഒരു അവര് ജസ്റ്റിസ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി അവര് കോടതികൾ അഡ്മിനിസ്റ്റർ ചെയ്ത സമയത്ത് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ വ്യൂ പോയിന്റ് ആണ് പറയുന്നത്, ജൂറിസ്റ്റ് ഹു അഡ്മിനിസ്റ്റർ ജസ്റ്റിസ് ഇൻ പോപ്പുലർ കോർട്സ് ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ വാട്ട് വാസ് മോറലി റോങ് ആൻഡ് ലീഗലി റോങ്. എന്താണ് മോറലി റോങ് അല്ലെങ്കിൽ എന്താണ് ലീഗലി റോങ് എന്നുള്ള ഒരു കാര്യം ഈ ജൂറിസ്റ്റുകൾ അല്ലെങ്കിൽ അവർ ഡിസ്റ്റിംഗ്വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദെൻ റോമൻസ് അഗെയിൻ ഡിസൈഡഡ് ദ ലോസ് ഇൻ ദ ലാംഗ്വേജ് ഓഫ് മൊറാലിറ്റി. അതായത് മൊറാലിറ്റി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന്റെ ബേസിസിൽ അല്ലെങ്കിൽ ആ ഒരു എത്തിക്സിന്റെ പെർസ്പെക്റ്റീവില് ലോസിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു നിയമം എടുത്ത് നോക്കുമ്പോൾ ഇത് വാലിഡ് ആണോ എന്ന് നോക്കുന്ന അതിൻ്റെ അകത്ത് മൊറാലിറ്റിയും കൂടി ഉണ്ടോ എന്ന് നോക്കിയിട്ട് തന്നെയായിരുന്നു റോമൻസും പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ചുമ്മാ ജസ്റ്റ് ഹിസ്റ്ററി പറഞ്ഞു പോകുന്നതാണ്, നിങ്ങളിങ്ങനെ കാണാപ്പാടെ ഇരുന്ന് പഠിക്കേണ്ട, ജസ്റ്റ് കേട്ട് പോയാലും മതി. ദെൻ അഗെയിൻ ഇംഗ്ലണ്ടിലേക്ക് വന്നപ്പോഴേക്കും ചാൻസലേഴ്സ്, അവിടുത്തെ ചാൻസലേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇക്വിറ്റി പ്രിൻസിപ്പിൾസ്, ധാർമ്മികത അല്ലെങ്കിൽ ആ ഒരു തുല്യത, സമത്വം അങ്ങനെയുള്ള ഇക്വിറ്റി പ്രിൻസിപ്പിൾസ് ഒക്കെ അവരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോൺഷ്യസ്നെസ്, അവബോധം വളർത്തിയെടുക്കാനായിട്ട് ഇക്വിറ്റി പ്രിൻസിപ്പിൾസ് അവരും അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം എന്താ, പണ്ട് തൊട്ടേ ഈ ഒരു മോറൽ ഐഡിയൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന റിലീജിയസ് ആയിട്ടുള്ള
ബിലീഫുകൾ ഒക്കെ അവിടെ കുറച്ച് മൊറാലിറ്റിയുടെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ അപ്പോൾ അന്നാണെങ്കിലും നമ്മുടെ റോമൻ കത്തോലിക്കൽ ചർച്ച് അപ്പോൾ അവിടെ എടുത്ത് അവർ കൊണ്ടുവന്നിട്ടുള്ള പല റിലീജിയസ് ഡോക്ട്രിൻസ് ആണെങ്കിലും മോറൽ ഐഡിയൽസ് ആണെങ്കിലും ഒക്കെ പലതും അവരും അവിടെ അവരുടെ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റീനെ ഗവൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവരും കുറെ മോറൽ പ്രിൻസിപ്പിൾസ് മോറൽ ഐഡിയൽസ് ആയിരുന്നു ഷേപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഓൾ പെർവേസീവ് കൺസെപ്റ്റ് ഓഫ് ധർമ്മ വാസ് ബേസിസ് ഓഫ് ലോ ആൻഡ് മൊറാലിറ്റി. നമ്മൾ ലോയുടെ സോഴ്സ് ആയിട്ട് പറയുമ്പോൾ ധർമ്മശാസ്ത്ര, ധർമ്മസൂത്ര, പിന്നെ എന്താ മനുസ്മൃതി, വേദങ്ങള്, നിബന്ധങ്ങള്, ഇങ്ങനെ കുറെ ഏൻഷ്യന്റ് ആയിട്ടുള്ള ലോയുടെ സോഴ്സസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഏറ്റവും ദ ബെസ്റ്റ്, ഞാനൊരു ക്വസ്റ്റ്യൻ അതിൻ്റെ അകത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ, ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് ലോ ഏതാണ്, ദ മോഡേൺ സൊസൈറ്റിയിൽ ബെസ്റ്റ് സോഴ്സ് ഓഫ് ലോ. നിങ്ങൾ ഏത് എഴുതിയത്, ഏതാ റൈറ്റ് ആക്കിയെന്ന് ഞാൻ നോക്കിയിട്ടില്ല, പക്ഷെ എന്നാലും ലെജിസ്ലേഷൻ ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോ, ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത് മോഡേൺ സൊസൈറ്റി ഏതാണ്, ലെജിസ്ലേഷൻ തന്നെയാണ്. അപ്പൊ ഇന്ത്യയിൽ ഈ ഒരു ധർമ്മത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ധർമ്മശാസ്ത്ര, ധർമ്മസൂത്ര ഇങ്ങനെ പറയുന്ന ഈ കോൺസെപ്റ്റുകൾക്കാണെങ്കിലും ലോയുടെ ബേസിസ് ആയിട്ട് അല്ലെങ്കിൽ മൊറാലിറ്റിയുടെ ബേസ്, അപ്പൊ ഇതൊക്കെ കണക്കാക്കുന്ന എന്താ, ലോയിൽ മൊറാലിറ്റി ഉണ്ട് എന്ന് തന്നെയാണ്. ധർമ്മം, അതിനൊക്കെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഏൻഷ്യൻ ലോയുടെ സോഴ്സസ് ആയിട്ട് ധർമ്മവും ധർമ്മസൂത്രയും ധർമ്മശാസ്ത്രയൊക്കെ പറയുന്നുണ്ട് എന്ന് കാണിക്കുന്നതും അന്ന് തൊട്ടേ നമ്മൾ മൊറാലിറ്റി ലോയിൽ ഉണ്ട്, അല്ലെങ്കിൽ ലോ വരാനായിട്ടുള്ള ഒരു കാര്യം മൊറാലിറ്റി തന്നെയാണ്, അവിടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു സംഭവമാണ്. ദെൻ റോസ്കോ പൗണ്ടിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് 4 സ്റ്റേജസ് ഇൻ ദ ലോ ആൻഡ് മൊറാലിറ്റി റിലേഷൻഷിപ്പ്. ലോ ആൻഡ് മൊറാലിറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇന്റർ റിലേഷൻഷിപ്പ് എടുത്ത് നോക്കുമ്പോൾ ഇതിൽ 4 സ്റ്റേജസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ദ ഫസ്റ്റ് ഈസ് എ സ്റ്റേജ് ഓഫ് എത്തിക്കൽ കസ്റ്റംസ് ആൻഡ് കസ്റ്റംസ് ഓഫ് പോപ്പുലർ ആക്ഷൻസ്, റിലീജിയൻസ് ആൻഡ് ലോ. ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് ഇദ്ദേഹം പറയുന്നത് എത്തിക്കൽ ആയിട്ടുള്ള കസ്റ്റംസും ദെൻ പോപ്പുലർ ആക്ഷൻസ് ആയിട്ടുള്ള കസ്റ്റംസ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ആൻഡ് റിലീജിയൻസ്, ലോ. ഇതിനെയാണ് പ്രീ ലീഗൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോ ആണ്. സ്ട്രിക്റ്റ് ലോ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കോഡിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്റ്റലൈസ്ഡ് ഫോമാറ്റിലുള്ളതാണ്. ഇത് മിക്കപ്പോഴും എന്തായിരിക്കും, മൊറാലിറ്റി ഫോളോ ചെയ്യാതായിരിക്കും, വിച്ച് ഈസ് ഔട്ട്സ്ട്രിപ്ഡ് ബൈ ദ മൊറാലിറ്റി ആയിരിക്കും. ദെൻ തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇൻഫ്യൂഷൻ ഓഫ് മൊറാലിറ്റി ആൻഡ് ലോ, ലോയിൽ മൊറാലിറ്റി ഇൻഫ്യൂസ് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് പറയുന്നത്. ഇനി ഫോർത്ത് സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും ഫൈനൽ സ്റ്റേജ്, അതായത് തേർഡ് സ്റ്റേജിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇക്വിറ്റി ഐഡിയൽസ് അല്ലെങ്കിൽ മൊറാലിറ്റി രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇമ്പോർട്ടൻറ്റ് റോള് ലോയുടെ ഗ്രോത്തിൽ പ്ലേ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലോയുടെ വളർച്ചയിൽ അവിടെ പ്ലേ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, ദെൻ വഹിക്കുന്നുണ്ടെന്നുള്ളത്. ദെൻ ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ കോൺഷ്യസ്നെസ് ആണ്, അതായത് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ലോ മേക്കിംഗ് ഇൻ വിച്ച് മോറൽസ് ആൻഡ് മൊറാലിറ്റി ആൻഡ് ഫോർ ലോ മേക്കർ ഈസ് ടു കൺസിഡർ. അതായത് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ, ഒരു ലോ മേക്കർ അല്ലെങ്കിൽ ഒരു ലെജിസ്ലേറ്റർ, ഇപ്പൊ നമുക്കിവിടെ ലെജിസ്ലേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈമറി സോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഒരു ലെജിസ്ലേറ്റർ ലോ മേക്ക് ചെയ്യുമ്പോൾ അതിൽ മൊറാലിറ്റിയും കൂടി കൺസേൺ ചെയ്യണം എന്നുള്ള രീതിയിലാണ് അന്ന് റോസ്കോ പൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് അതാണ്. ഇപ്പൊ ലോയ്ക്ക് ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന ആൻഡ് ദി ജഡ്ജസ് ഹാവ് ടു ഡിസൈഡ് അക്കോർഡിംഗ് ടു ദ ലോ, അതായത് ലോ എപ്പോഴും അതിൻ്റെ അകത്ത് ഒരു ഇന്നർ മൊറാലിറ്റി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ലോയ്ക്കകത്ത് ഒരു മോറൽസും അല്ലെങ്കിൽ മൊറാലിറ്റിയും കൺസിഡർ ചെയ്തിട്ടായിരിക്കണം ലോ മേക്ക് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് ഫൈനലി ഇവർ കുറേ സ്റ്റേജസ് ആയിട്ട് എത്തിയിട്ടാണെങ്കിലും ഇതിലേക്ക് പറഞ്ഞിട്ടുള്ളത്. ഇനി ഹാർട്ട്, യെസ്, ഹാർട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്, ഇയാൾ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കണം. ഹാർട്ട് പറഞ്ഞിട്ടുള്ളത് HLA ഹാർട്ട് കേട്ടോ, ഫുൾ ഫോം നിങ്ങൾക്ക് അറിയായിരിക്കും, HLA ഹാർട്ട് എന്നാണ് ഫുൾ ഫോം വരുന്നത്. HLA ഹാർട്ടിനെ സംബന്ധിച്ചുള്ള ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഹാർട്ട് ഈസ് നോട്ട് ഇൻ ഫേവർ ഓഫ് റിജക്ടിങ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ലോ ആൻഡ് മോറൽസ്. ലോയും മോറൽസും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷൻ റിജക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഫേവർ ചെയ്തിട്ടല്ല ഹാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ എന്താ പറഞ്ഞ അതിൻ്റെ അർത്ഥം, ആദ്യമേ പറഞ്ഞു ഹാർട്ട് ലോയിൽ മൊറാലിറ്റി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അത് ഹാർട്ട് ഈസ് നോട്ട് ഇൻ ഫേവർ ഓഫ് റിജക്ടിങ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ലോ ആൻഡ് മോറൽസ് ബേസ്ഡ് ഓൺ ദി ഇന്റേർണലിറ്റി ആൻഡ് എക്സ്റ്റേർണലിറ്റി ഓഫ് കണ്ടക്ട് ഓൾ ടുഗദർ. He enumerates 4 features which distinguish the morality from legal as well as social rules. ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഹാർട്ട് മോറൽ റൂൾസിനെ പ്ലേസ് ചെയ്ത് കുറച്ചുകൂടി ഹയർ പ്ലേസിലായിരുന്നു. ഏതുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ, മറ്റ് സോഷ്യൽ റൂൾസുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ, ഇവൻ സം റൂൾസ് ഓഫ് ലോ ആണെങ്കിൽ പോലും ഈ മോറൽ റൂൾസ് എന്ന് പറയുന്നത് ഡിമാൻഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഇൻഡിവിജ്വലിന്റെ സാക്രിഫൈസ് ആണ് ഓൺ ദ പാർട്ട് ഓഫ് ദ പേഴ്സണൽ ബോണ്ട്, അല്ലെങ്കിൽ അത് എന്താ പറയുക, നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസ് അപ് ടു ആയിരിക്കും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യണം എന്നുള്ള രീതിയിൽ. ആൻഡ് കംപ്ലൈൻസ് വിത്ത് ദം ഒബ്റ്റെയിൻസ് വൈറ്റൽ ഇൻട്രസ്റ്റ് ഓൺ ദ വിച്ച് ഓൾ ഷെയർ അലൈവ്. ഇനി അതായത് അതിൽ ഇമ്മ്യൂണിറ്റി ഫ്രം ഡെലിബറേറ്റ് ചേഞ്ച് എന്നൊക്കെ കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ ലീഗൽ റൂൾസിലേക്ക് വരുന്ന സിറ്റുവേഷനിൽ ഇറ്റ് ഈസ് പോസിബിൾ ടു റിപ്പീൽ ദ ഓൾഡ് റൂൾസ്. നമുക്ക് പണ്ടത്തെ റൂൾസ് ഒക്കെ റിപ്പീൽ ചെയ്യാം.
അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റൂൾസ് ആണെങ്കിലും റിപ്പീൽ ചെയ്യാൻ പറ്റും. പുതിയ റൂൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സിസ്റ്റിംഗ് റൂൾസിലാണെങ്കിലും ചേഞ്ച് വരുത്താം. പുതിയ റൂൾസ് ആണെങ്കിലും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതൊക്കെ എന്ത് ചെയ്യാം? അപ്പോൾ ഈ പറയുന്നത് ആ ഒരു ലെജിസ്ലേച്ചറിന്റെ കോമ്പീറ്റൻസ് ആണ്. ലോയിൽ ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും. അതായത് നമ്മുടെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷൻസിനെ വയലേറ്റ് ചെയ്യാതെ ലെജിസ്ലേച്ചറിന്റെ കോമ്പീറ്റൻസ് ആണ് പറയുന്നത് ലോയിൽ ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റുന്നത്. അപ്പോൾ മൊറാലിറ്റിയും ലോയും, അതായത് ലോയിൽ മൊറാലിറ്റിയുടെ ആവശ്യകത ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് രണ്ടും സെപ്പറേറ്റ് ആണെന്നുള്ള രീതിയിൽ. ഇപ്പോൾ ലോയിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ അത് ചേഞ്ച് വരുത്താം, പഴയ ലോ റിപ്പീൽ ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതും മൊറാലിറ്റി നമ്മളൊരു ബന്ധമില്ലാത്ത പോലെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പോൾ വോളണ്ടറി ക്യാരക്ടർ ഓഫ് ദി മോറൽ ഒഫൻസസ്, a person shall be absolved from moral responsibility if he can establish that his act contrary to a moral rule was done unintentionally and in spite of every precaution that it was possible to take in the given circumstance. A legal system, on the other hand, will not always accept such an excuse. ഇതിൽ നിന്നും കാര്യം ഇത്ര ഓർത്താൽ മതി. HLA ഹാർട്ട് എന്ന് പറയുന്ന ഈ വ്യക്തി, അദ്ദേഹം ഒരു ജൂറിസ്റ്റ് ആണ്, നമുക്കറിയാം, ലീഗൽ പോസിറ്റിവിസ്റ്റ് ആണ്. ഇയാളുടെ കോൺസെപ്റ്റ് ഇതായിരുന്നു, ലോയും മൊറാലിറ്റിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ആർഗ്യൂ ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു ഇദ്ദേഹം. പറഞ്ഞിട്ടുള്ളത് ലോസ് വാലിഡ് ആയിട്ടും കണക്കാക്കാം, എങ്ങനെയാണെങ്കിൽ അത് ഇൻഡിപെൻഡന്റ്ലി എക്സിസ്റ്റ് ചെയ്താലും. അതുകൊണ്ടാണ് പറയുന്നത് ലെജിസ്ലേച്ചറിന് കോമ്പീറ്റൻസ് ഉണ്ട് ലോയിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു പ്രൊവിഷൻസ് വയലേറ്റ് ചെയ്യാത്ത തരത്തിൽ ലോ ചേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ പുതിയ റൂൾസ് കൊണ്ടുവരാനും അല്ലെങ്കിൽ പഴയ ലോസ് ഉണ്ടായിരുന്നത് റിപ്പീൽ ചെയ്യാനും ഒക്കെ പറ്റും. അതായത് ലോ ഇൻഡിപെൻഡന്റ്ലി അവിടെ എക്സിസ്റ്റ് ചെയ്യും, അതിന് മോറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ആവശ്യം ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. അതായത് ലോസ് ക്യാൻ ബി വാലിഡ് ആൻഡ് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി, അങ്ങനെ ഓർക്കാം. അതായത് അവരുടെ മോറൽ മെറിറ്റ്സ് ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ മോറലി ഉള്ള നല്ല വശം ഇല്ലെങ്കിലും, ഇനിയിപ്പോൾ അത് ഡിഫക്റ്റ് ആണെങ്കിൽ പോലും ലോസിന് ഇൻഡിപെൻഡന്റ്ലി സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം പറയുന്നത് ഈ ലോയിൽ മൊറാലിറ്റിയുടെ ഇൻഫ്ലുവൻസിനെ പറ്റി ഇദ്ദേഹം അക്നോളജ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഹാർട്ട് പറഞ്ഞിട്ടുള്ളത് എക്സിസ്റ്റൻസ് ഓഫ് ലീഗൽ സിസ്റ്റത്തിൽ എന്താവശ്യമില്ല, ഈ മോറൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് അതിന് കണ്ടീഷൻഡ് ആയിട്ട് വേണം എന്നില്ല. In the existence of legal system is not contingent on it meeting the specific moral standards. അപ്പോൾ അതായത് സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞാണ് കേട്ടോ. ലീഗൽ സിസ്റ്റത്തിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഹാർട്ടിന്റെ തിയറി എംഫസൈസ് ചെയ്യുന്ന ഇതാണ്, ഒരു ലോ എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റിൻറ്റ് സിസ്റ്റമായിട്ട്, അതായത് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, നമ്മൾ ലോ എന്താന്ന് പറഞ്ഞല്ലോ, അപ്പോൾ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സിന്റെ ഒരു ഡിസ്റ്റിൻറ്റ് സിസ്റ്റമായിട്ടാണ് കണക്കാക്കുന്നത്. രാദർ ദാൻ ആ ഒരു മോറൽ ഫ്രെയിംവർക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അദ്ദേഹം ലോയിനെ ഒരു പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി റൂൾസ് ആയിട്ടാണ് കണക്കാക്കിയത്, ഒരു വിത്തിൻ എ ലീഗൽ സിസ്റ്റത്തിലുള്ളത്. ഒരു എന്താ പറയാ, അല്ലാതെ മൊറാലിറ്റിയുടെ എക്സിസ്റ്റൻസ് അവിടെ വേണം എന്നല്ല. അപ്പൊ ഒന്ന് നോക്കി വെക്കുക എന്താ പറഞ്ഞത്. ഫോം ഓഫ് മോറൽ പ്രഷർ എന്ന് പറയുമ്പോൾ ദ ടിപ്പിക്കൽ ഫോം ഓഫ് ലീഗൽ പ്രഷർ കൺസിസ്റ്റിംഗ് ഓഫ് ഫിസിക്കൽ പണിഷ്മെന്റ് ഓർ അൺപ്ലസന്റ് കോൺസിക്വൻസസ്. മോറൽ പ്രഷർ ഈസ് എക്സേർട്ടഡ് നോട്ട് ബൈ ദ ത്രെറ്റ്സ്, ഭീഷണി വഴിയായിട്ടല്ല, ബട്ട് ബൈ ദ റിമൈൻഡേഴ്സ് ഓഫ് ദി മോറൽ ക്യാരക്ടർ. ആ ഒരു വ്യക്തിയുടെ ബിഹേവിയറൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു മോറൽ ക്യാരക്ടറിന്റെ റിമൈൻഡർ ആണ് ക്യാരക്ടർ ഓഫ് ദി ആക്ഷൻ കണ്ടംപ്ലേറ്റഡ് ആൻഡ് ഡിമാൻഡ്സ് ഓഫ് മൊറാലിറ്റി. ബേസ്ഡ് ഓൺ മൊറാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ത്രൂ ആ പ്രഷർ വഴിയായി, മോറൽ പ്രഷർ വഴിയായിട്ടാണ് ഇത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഹാർട്ട് ഈ ഒരു മൊറാലിറ്റിയെ ഇന്റർപ്രറ്റ് ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ, ഹാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെപ്പറേഷൻ ഓഫ് ലോയും മൊറാലിറ്റിയും തമ്മിൽ ചെയ്യുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു മൊറാലിറ്റിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് തന്നെയുണ്ട്. എന്തില്? ലോ ഇന്റർപ്രറ്റ് ചെയ്യാനും ലോയിൽ അപ്ലൈ ചെയ്യാനുമുള്ള റോൾ ഉണ്ട്. പക്ഷേ എക്സ്പെഷ്യലി ഇൻ ദ കേസസ് വെർ ലീഗൽ റൂൾസ് അൺക്ലിയർ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് എങ്കിൽ ഈ മൊറാലിറ്റിക്ക് റൂൾസ് ഉണ്ട്. അതർവൈസ് ഈ പറയുന്ന ലോയും മൊറാലിറ്റിയും തമ്മിൽ ഡിസ്റ്റിൻറ്റ് ആണ് എന്നാണ് പറഞ്ഞത്. ഇനി വേറൊരു മനുഷ്യനുണ്ടായിരുന്നു, ലോർഡ് ഫുള്ളർ കേട്ടോ. ഫുള്ളർ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇവർ രണ്ടുപേരും ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇത് ഇതിനകത്തുള്ളൂ. ഹാർട്ട് പറഞ്ഞ ലോയും മൊറാലിറ്റിയും തമ്മിൽ കണക്ഷൻ ഇല്ലെങ്കിലും പ്രശ്നമില്ല, ലോ സെപ്പറേറ്റ് അവിടെ സ്റ്റാൻഡ് ചെയ്തോളും, കുഴപ്പമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ഫുള്ളർ എന്താ പറഞ്ഞത്? ലോയും മൊറാലിറ്റിയും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. സർട്ടൻ മോറൽ പ്രിൻസിപ്പിൾസ് ലോയിൽ അല്ലെങ്കിൽ ഒരു ലീഗൽ സിസ്റ്റത്തിലെ എസെൻഷ്യൽ ആണ്, എന്നാൽ മാത്രമേ ലോ എവിടെ സ്റ്റാൻഡ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ അവിടെ എഫക്റ്റീവ്ലി ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുള്ളൂ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും രണ്ട് രീതിയിലാണല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പം ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചായിരുന്നു ഇവരൊരു ഡിബേറ്റ് നടത്തിയിരുന്നത്. അന്നൊരു കേസൊക്കെ ഉണ്ടായിരുന്നു, ഒരു നാസി ജർമ്മനിയിലെ ജസ്റ്റപ്പോ റൂള് വയലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേസ്. ഞാൻ ചുമ്മാ ഒരു സിറ്റുവേഷൻ ഒന്ന് പറയാം, ഓർത്തിരുന്നാൽ മതി, പരീക്ഷയ്ക്കൊന്നും ചോദിക്കാൻ പോണില്ല. അതായത് അന്ന് ഇവിടുത്തെ നാസി ജർമ്മനിയിൽ ഒരു കേസായിരുന്നു. ഇതിനെ സംബന്ധിച്ച് ഇവർ കുറെ ഡിസ്പ്യൂട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നാസി റൂളായിരുന്നു ജസ്റ്റപ്പോ എന്ന് പറയുന്ന, അതായത് അവരുടെ ആ ഒരു നാസി റൂള് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ, അത്തരത്തിൽ ചെയ്യുമ്പോൾ
GESTAP ജസ്റ്റപ്പോ. അപ്പൊ നാസി റൂൾ ഇവർ വയലേറ്റ് ചെയ്തു, ഒരു പുള്ളിക്കാരൻ വയലേറ്റ് ചെയ്തു, ഇയാൾ വയലേറ്റ് ചെയ്തപ്പോൾ ഇയാളുടെ ഭാര്യ കൊണ്ട് കേസ് കൊടുക്കാണ്. സ്വന്തം ഭർത്താവ് അന്നത്തെ അവിടുത്തെ നാസി റൂൾ നമുക്കതറിയാം, ഹിറ്റ്ലറിന്റെ നാസി റൂൾ എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ അത്രയും ഹാർഷായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം മേ ബി. അപ്പൊ അത് വയലേറ്റ് ചെയ്തതിന് ഈ ഒരു സ്ത്രീ കൊണ്ട് കേസ് ഫയൽ ചെയ്യാണ് ഹസ്ബൻഡിന്റെ അഗൈൻസ്റ്റ് ആയിട്ട്, അത് റിപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇയാളെ ഇംപ്രസൺ ചെയ്തു, പുള്ളിക്ക് എന്ത് ചെയ്തു, സിവിയർ ആയിട്ടുള്ള പണിഷ്മെന്റ് ഒക്കെ കൊടുത്ത് ജയിലിൽ പിടിച്ച് കിടത്തി. ദെൻ ആഫ്റ്റർ ഈ ഒരു വാറിന്റെ സമയം വന്ന സമയത്ത് പുള്ളിക്കാരനെ വെറുതെ വിട്ടു, അതായത് പുള്ളിനെ പുറത്തു വിട്ടു. ഈ വിട്ട സമയത്ത് പുള്ളിക്കാരൻ വന്നിട്ട് എന്ത് ചെയ്തു, ഇയാള് ഭാര്യയ്ക്ക് എഗൈൻസ്റ്റ് കൊണ്ട് കേസ് കൊടുക്കുകയാണ്. ഭാര്യയ്ക്ക് എഗൈൻസ്റ്റ് കൊണ്ട് കേസ് കൊടുക്കുമ്പോൾ പുള്ളി പറയുന്നത് മോറലി നോക്കുമ്പോൾ എന്റെ ഭാര്യ ചെയ്തത് ശരിയല്ല. ശരിയാ, സ്വന്തം ഭർത്താവിന് എഗൈൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കുന്നു എന്ന് പറയുന്നത് മോറലി നോക്കുമ്പോൾ ഭാര്യ ചെയ്തത് ശരിയല്ല എന്നാണ് ആര് പറയുന്നത്, ഈ ഒരു ഭർത്താവ് പറയുന്നത്, പുള്ളി കൊണ്ട് കേസ് കൊടുത്തു, ഭാര്യയെ പണിഷ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് കൊടുത്തത്, മോറലി ചെയ്തത് റോങ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. ഇതിനെ സംബന്ധിച്ച് ഇവര് തമ്മിൽ കിടന്നുകൊണ്ട്, അതായത് ഹാർട്ടും ഫുള്ളറും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ സ്റ്റോറി എങ്ങനെയായിരുന്നു, അതായത് ഒരു വൈഫ് ഓഫ് എ ജർമ്മൻ മാൻ റിപ്പോർട്ട് ചെയ്തു എഗൈൻസ്റ്റ് ഹസ്ബൻഡിന് എഗൈൻസ്റ്റ് ആയിട്ട്. കാരണം ജസ്റ്റപ്പോ ചെയ്തു എന്നാണ്. ജസ്റ്റപ്പോ എന്ന് പറയുന്നത് നാസി ജർമ്മനിയിലെ ആ ഒരു സീക്രട്ട് പോലീസ്, ഒഫീഷ്യൽ സീക്രട്ട് ഓഫ് നാസി ജർമ്മനി, ആ ഒരു പോലീസ് അതിന് എഗൈൻസ്റ്റ് ആയിട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അവര് ഒക്യുപ്പൈ ചെയ്തു, അതായത് ആ ഒരു ജർമ്മൻ ഒക്യുപ്പൈ ചെയ്തു യൂറോപ്പിനെ എന്ന് പറയുന്ന, അതായത് ഇവർ ആ ഒരു എന്താ പറയുക, അവരുടെ നാസി റൂൾ അനുസരിച്ച് ഒരു ക്രൈം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് എഗൈൻസ്റ്റ് ആയിട്ട് കൊണ്ട് എന്ത് ചെയ്തു, ഹസ്ബൻഡ് ടു ദ ജസ്റ്റപ്പോ ഫോർ ക്രിറ്റിസൈസിങ് ഹിറ്റ്ലേഴ്സ് കണ്ടക്ട് ഓഫ് വാർ, അത് ക്രിറ്റിസൈസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്തത്, വൈഫ് കൊണ്ട് ഹസ്ബൻഡ് എഗൈൻസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ട്രൈഡ് ആൻഡ് സെന്റൻസസ് ടു ഡെത്ത് സെന്റൻസ് കൊടുത്തു. എന്നിട്ട് പിന്നെ എഗെയിൻ ഞാൻ പറഞ്ഞു, നമ്മൾ ആ ഒരു റഷ്യൻ ഫ്രണ്ട് ആ ഒരു സമയം വന്നപ്പോഴേക്കും ഇത് എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്ത് സർവീസ് ആക്കി, അതായത് ഒരു സോൾജിയർ ആയിട്ട് സർവീസ് ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഡെത്ത് സെന്റൻസ് മാറ്റി, കൺവേർട്ട് ചെയ്തു. അപ്പൊ ഈ സമയത്ത് വാർ വന്നപ്പോൾ ഹസ്ബൻഡിനെ സർവൈവ് ചെയ്തു. ദെൻ ആഫ്റ്റർ വാറിന് ശേഷം ഹസ്ബൻഡ് എന്ത് ചെയ്തു, ലീഗൽ പ്രൊസീഡിങ്സ് വൈഫിന് അഗൈൻസ്റ്റ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ വൈഫ് എടുത്തിട്ടുണ്ടായിരുന്ന ഡിഫൻസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഹസ്ബൻഡ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നാസി ലോ വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നാസി ലോ വയലേറ്റ് ചെയ്ത് തന്നെയാണല്ലോ കൊണ്ട് കേസ് കൊടുത്തത്, റിപ്പോർട്ട് ചെയ്ത്. അപ്പൊ നാസി ലോ വയലേറ്റ് ചെയ്തെന്നാണ് വൈഫ് പറഞ്ഞത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞത് ലൈക്ക് മൊറാലിറ്റി വെച്ച് നോക്കുമ്പോൾ വൈഫ് കൊണ്ട് കേസ് വരുന്നത് അത് ശരിയല്ല എന്നാണ്, മോറലി ശരിയല്ല എന്നാണ് ഹസ്ബൻഡിന്റെ വാദം. വൈഫ് പറയുന്നു വൈഫിന്റെ ഡിഫൻസ് എന്ന് വെച്ചാൽ ഹസ്ബൻഡ് കമ്മിറ്റ് ചെയ്ത ഒഫൻസ് ആണ് നാസി ലോ അനുസരിച്ച്, അന്നത്തെ 1934 നാസി ലോ അനുസരിച്ച് പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണെന്നും പറയുന്നു. ദെൻ അതിനുശേഷം ആ ഒരു വാർ കഴിഞ്ഞതിന് ശേഷം ആ ഒരു പോസ്റ്റ് വാർ പീരീഡിൽ ജർമ്മനി എന്ന് പറയുന്നത് ഈ ഒരു വൈഫിനെ ലയബിൾ ആക്കുകയും ചെയ്തു, അതായത് മൊറാലിറ്റിയുടെ ബേസിൽ വൈഫിനെ ലയബിൾ ആക്കുകയും ചെയ്തു. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഹാർട്ടും ഫുള്ളറും കൂടി തമ്മിൽ എഗെയിൻ ഡിസ്പ്യൂട്ടിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഹാർട്ടിന്റെ ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്, ഇതിൽ HLA ഹാർട്ട് ആർഗ്യൂ ചെയ്ത് ഈ കോടതിയുടെ ഡിസിഷൻ റോങ് ആണ്, കാരണം നാസി ലോ 1934 നാസി ലോ എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ലോ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫുള്ളർ എന്താ പറയുന്നത്, ഫുള്ളർ കണ്ടന്റ് ചെയ്തിട്ടുള്ളത് നാസി റെജീം എന്ന് പറയുന്നത് തന്നെ ഒരു ലോലെസ് ആണ്, അതായത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ലോ അല്ല, ഹാർഷ് പണിഷ്മെന്റ് ഒക്കെയാണ്. സോ അതൊരു അതിൽ മൊറാലിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ വാലിഡ് ആയിട്ടുള്ള ലോ അല്ല എന്നാണ് ഫുള്ളർ പറയുന്നത്. ദെൻ ഹാർട്ട് അഗെയിൻ ഇതിന് വീണ്ടും ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞു, ലോ എന്ന് പറയുന്ന ആ ഒരു ദ ഐഡിയ ഓഫ് ലോ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ട് ആർ റിലേറ്റഡ് ടു ദ മീനിങ് ഓഫ് വേർഡ്സ് ആയിരിക്കണം, അതായത് അതിന്റെ ലിറ്ററൽ മീനിങ് ആയിരിക്കണം എടുക്കേണ്ടത്, അതല്ലാതെ നോട്ട് എനി നാച്ചുറൽ മീനിങ്ങോ അല്ലെങ്കിൽ അതിന്റെ മോറൽ ബിലീഫോ ഒന്നും അല്ല എടുക്കേണ്ടതെന്നാണ് ആര് പറയണേ, ഹാർട്ട് പറയണത്. അതായത് പുള്ളിയെ സംബന്ധിച്ചാലും പുള്ളി പറയണത് എന്താ, ഹാർട്ട് പറയുന്നത് ലോയ്ക്കകത്ത് മൊറാലിറ്റി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയിലാണല്ലോ, ലോ അതിന്റെ എക്സാക്ട് വേർഡ്സിൽ വായിക്കണം എന്നാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് എഗെയിൻ വീണ്ടും ഫുള്ളർ പറഞ്ഞു ലോയ്ക്കകത്ത് ഒരു ഇന്നർ മൊറാലിറ്റി ഉണ്ടെന്ന്. അപ്പൊ ഫുള്ളറിനെ സംബന്ധിച്ചാലും ലോ ഹാസ് ആൻ ഇന്റേണൽ മൊറാലിറ്റി അല്ലെങ്കിൽ ഒരു ഇന്നർ മൊറാലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് സംബന്ധിച്ചായിരുന്നു കേട്ടോ ഇവര് ഡിസ്പ്യൂട്ട്. ഇവർ കുറെ ആർട്ടിക്കിൾ എഴുതിയിട്ടാണ് ഈ ഒരു ഡിസ്പ്യൂട്ട് കൂടിക്കൊണ്ടിരുന്നത്. ആർട്ടിക്കിൾ പേര് കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ട. അതായത് ഹാർട്ട് ആദ്യം ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു, പോസിറ്റിവിസം ആൻഡ് സെപ്പറേഷൻ ഓഫ് ലോ ആൻഡ് മോറൽസ് എന്നും പറഞ്ഞ് 1958 ഹാർവാർഡ് ലോ റിവ്യൂല്. അതിന് റിപ്ലൈ ആയിട്ട് മറ്റൊരു ആർട്ടിക്കിൾ ഫുള്ളർ എഴുതി, പോസിറ്റിവിസം ആൻഡ് ഫിഡിലിറ്റി ടു ലോ എന്നും പറഞ്ഞുകൊണ്ട് 1958 സെയിം ജേർണലിൽ തന്നെ എഗെയിൻ ഹാർട്ട് വീണ്ടും ഒരു പബ്ലിഷ് ചെയ്ത ഒരു ബുക്ക്, അത് നമുക്കറിയാം, കോൺസെപ്റ്റ് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. നമ്മൾ ഹാർട്ടിന്റെ കോൺസെപ്റ്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് കോൺസെപ്റ്റ് ഓഫ് ലോ എന്ന് പറയുന്നത്. സോ അപ്പോൾ അദ്ദേഹം വീണ്ടും എഴുതി, അതിന് ഫുള്ളർ റിപ്ലൈ ആയിട്ട് മൊറാലിറ്റി ഓഫ് ലോ എന്ന് പറഞ്ഞ് വീണ്ടും എഴുതി. അപ്പം ഫുള്ളറിന്റെ മൊറാലിറ്റി ഓഫ് ലോ എന്നുള്ള ബുക്കും ഹാർട്ടിന്റെ കോൺസെപ്റ്റ് ഓഫ് ലോ എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇവർ രണ്ടുപേരും ഈ പറയുന്ന ലോയും മൊറാലിറ്റിയും തമ്മിലുള്ള റിലേഷനെ പറ്റി
ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇവരുടെ ഒരു ആർട്ടിക്കിൾ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയായിരുന്നു ഇവർ ഡിബേറ്റ് നടത്തിക്കൊണ്ടിരുന്നത്. സോ അതിന് നമ്മൾ ഹാർട്ട്ഫുൾ ഡിബേറ്റ് എന്നും ഈ ലോ ആൻഡ് മൊറാലിറ്റി തമ്മിലുള്ള ഡിസ്പ്യൂട്ടിനെ അറിയപ്പെടാറുണ്ട്. ഇനി ഫ്രൈഡ്മാൻ എന്താ പറഞ്ഞത്? ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇയാൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ദ ക്ലാസിക്കൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ലോ ആൻഡ് മൊറാലിറ്റി ഔട്ട്ഡേറ്റഡ് and argues that the relative spheres of law, morality and ethics differ considerably, but there exists an active reciprocal relationship between the legal order and moral order. അതായത് ഫ്രൈഡ്മാനെ സംബന്ധിച്ചിട്ടുള്ള എന്തായിരുന്നു? ഫ്രൈഡ്മാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഈ ഒരു ലോയിൽ മൊറാലിറ്റി ഉണ്ടെന്നാണോ, അല്ലെങ്കിൽ ഫ്രൈഡ്മാൻ ഏത് രീതിയിലാണ് ലോ ആൻഡ് മൊറാലിറ്റിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. ഇപ്പൊ ഫ്രൈഡ്മാനിലേക്ക് വരുമ്പോൾ ഫ്രൈഡ്മാൻ ലോയിനെ മൊറാലിറ്റിനെ സംബന്ധിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ലോയിൽ മൊറാലിറ്റി ഉണ്ടെന്നാണോ എന്നുള്ളത് പറയുന്നത്, ഫ്രൈഡ്മാന്റെ ഒരു വ്യൂ പോയിന്റ് ലോയും മൊറാലിറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു ഐഡിയ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്, അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, അതായത് നമ്മൾ ലോയും എത്തിക്കൽ ബിഹേവിയറും എന്ന് പറയുന്നത് ഒരു കണക്ഷൻ ഉണ്ട്. അതായത് ലോയ്ക്കകത്ത് തന്നെ വിത്തിൻ ദ ലോ കൺഫൈൻ ചെയ്യുന്നുണ്ട് എന്ത്, കുറച്ച് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് അതിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ അകത്ത് കൺഫൈൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു എത്തിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസസ് അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടാവാൻ പാടില്ല ലോയ്ക്കകത്ത്. അതും അതിൻ്റെ ഒരു ലീഗൽ സിസ്റ്റത്തിൻ്റെ അകത്ത് ലോയ്ക്കകത്ത് അതും കൂടി വേണം, എത്തിക്കൽ സ്റ്റാൻഡേർഡും കൂടി വേണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സോ മോറൽ വാല്യൂസ് പ്ലസ് അപ്പോൺ ദ ലീഗൽ സിസ്റ്റം, കണ്ടോ, ആൻഡ് ലോ മേക്കർ ക്യാൻ to an extent influence and modify the social habits of the community. ഒരു കമ്മ്യൂണിറ്റിയുടെ സോഷ്യൽ ഹാബിറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് മാക്സിമം എന്ത് പറ്റും? ഈ മോറൽ വാല്യൂസിനെ കൊണ്ട് സാധിക്കും. സോ മോറൽ വാല്യൂസ് എന്ന് പറയുന്നതാണ് ഒരു ലീഗൽ സിസ്റ്റത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മോറൽ വാല്യൂസിന് പങ്കുണ്ടെന്ന് പറഞ്ഞതാണ്. സോ ഇനി കണ്ടംപററി സൊസൈറ്റിയിൽ വരുമ്പോഴും ലോ ബിക്കംസ് ആൻ ഇൻക്രീസിംഗ്ലി മേജർ ഫാക്ടർ ഇൻ ട്രാൻസ്ഫോമിംഗ് ഓഫ് സോഷ്യൽ മൊറാലിറ്റി. അതായത് ലോ എന്ന് പറയുന്നതാണ് എന്ത്, ഒരു ടൂൾ ഫോർ സോഷ്യൽ ചേഞ്ച്. നമുക്കറിയാം പണ്ട് നമ്മൾ ഫോളോ ചെയ്ത പല കാര്യങ്ങളും മാറാനായിട്ടുള്ള ഒരു കാര്യം ലോ ആണ്. സോ ഇപ്പൊ ലോയ്ക്കകത്ത് എന്തുണ്ട്, ഒരു ഇന്നർ മൊറാലിറ്റി ഉണ്ട്. അതായത് ഇപ്പൊ പണ്ടത്തെ സതി റൂള് അതൊക്കെ നമ്മൾ ഒരുപാട് വട്ടം മറ്റുണ്ട്. ഇപ്പൊ സതി റൂളിന്റെ കാര്യമൊക്കെ ആണെങ്കിലും അതൊക്കെ എടുത്ത് മാറ്റാൻ കാരണം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ സതി നിയമം നമ്മൾ പണ്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന സതി അതൊക്കെ മാറ്റിയത് അതൊരു മോറലി റോങ് ആയതുകൊണ്ടാണ്. അപ്പൊ ലോയ്ക്ക് റോൾ ഉണ്ടോ മൊറാലിറ്റിയിൽ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ലോയ്ക്കകത്ത് ഒരു ഇന്നർ മൊറാലിറ്റി ഉണ്ടെന്ന് തന്നെയാണ് ഈ ഫ്രൈഡ്മാൻ ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് ലോ ഒരു ടൂളാണ് for the social transformation. Law is an instrument for social transformation എന്നൊക്കെ നമ്മൾ പറയും. law is an instrument for social transformation എന്ന് പറഞ്ഞാൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു മേജർ ടൂൾ ആണ് ലോ എന്ന് പറയുന്നത് തന്നെ. സോ ഇനി റിലേഷൻ ബിറ്റ്വീൻ ലോ ആൻഡ് മൊറാലിറ്റിയിലേക്ക് വരുമ്പോൾ ദ റിലേഷൻ ബിറ്റ്വീൻ ലോ ആൻഡ് മൊറാലിറ്റി ഈസ് കോംപ്ലെക്സ് ആൻഡ് ഇൻ മെനി കേസസ് ലീഗൽ സിസ്റ്റംസ് ഇൻകോർപ്പറേറ്റ് മോറൽ സ്റ്റാൻഡേർഡ്സ് ടു റിഫ്ലക്ട് സൊസൈറ്റൽ വാല്യൂസ് റിഫ്ലക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും പല ലീഗൽ സിസ്റ്റത്തിലും. അല്ലെങ്കിൽ ലോ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് സൊസൈറ്റിയിലെ വാല്യൂസ് അതിൻ്റെ അകത്ത് റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ നോക്കുകയാണ് ലോസ് എഗനിസ്റ്റ് തെഫ്റ്റ് അല്ലെങ്കിൽ മേർഡറിന് എഗനിസ്റ്റ് ആയിട്ടുള്ള വരുന്ന ലോസ്, ഇതൊക്കെ എന്തിനാണ്? മോറൽ ബിലീഫിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. മോഷ്ടിക്കരുത്, അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ വസ്തു മോഷണം ചെയ്യരുത്, അല്ലെങ്കിൽ ഒരാൾ കൊലപാതകം നടത്തരുത് എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ അകത്തൊരു മോറൽ പെർസ്പെക്റ്റീവും കൂടി വരുന്നുണ്ട്. കാരണം മറ്റൊരാൾക്ക് ഹാം കോസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അത് ചെയ്യരുതെന്ന്. സോ there are the instances where law and morality diverge. ഇത് ലോയിൽ മൊറാലിറ്റി ഉണ്ടെന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ട്, ഇല്ലാത്ത സിറ്റുവേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ചില സിറ്റുവേഷൻസ് ചില ആക്ഷൻസ് മേ ബി ഇല്ലീഗൽ ആയിരിക്കും വിത്തൗട്ട് ബീങ് ഇമ്മോറൽ. അതായത് നമുക്ക് നോക്കുമ്പോൾ മോറലി നമുക്ക് ശരിയായിരിക്കാം, ബട്ട് എന്നാൽ പോലും ചില ആക്ഷൻസ് അത് ഇല്ലീഗൽ ആയിരിക്കും, ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഓർക്കുക, നമ്മളിപ്പോൾ ഒരു നോൺ പാർക്കിംഗ് ഏരിയയിൽ പോയിട്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയി പാർക്ക് ചെയ്താണ്, നമുക്ക് നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും തോന്നില്ലായിരിക്കും. ബട്ട് അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു മോറലി അത് വലിയ പ്രശ്നമൊന്നും അല്ലെങ്കിൽ പോലും, പക്ഷെ ലീഗലി അതെന്താണ്, അത് റോങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതായത് ചില സിറ്റുവേഷൻസിൽ ചില ആക്ഷൻസ് ഇല്ലീഗൽ ആണെങ്കിൽ പോലും അത് ഇമ്മോറൽ ആവാറില്ല. അപ്പൊ ലോയും മൊറാലിറ്റിയും തമ്മിൽ കണക്ഷൻ വരുന്ന സിറ്റുവേഷൻസും ഉണ്ട്, എന്നാൽ ലോയിൽ എപ്പോഴും മൊറാലിറ്റി ഉണ്ടെന്ന് പറയാനും പറ്റില്ല. ഇപ്പൊ ചില സിറ്റുവേഷൻ എടുത്ത് വെക്കാം, ഇത് മോറലി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. ചില സിറ്റുവേഷൻസ് മോറലി കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കും, പക്ഷെ അത് ലീഗലി പെർമിറ്റഡ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ അബോഷന്റെ കാര്യമൊക്കെ ആണെങ്കിലും പല റിലീജിയസ് പെർസ്പെക്റ്റീവിലും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ചില ആളുകൾ അത് അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ചെയ്യരുത്, അത് പാപമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ലീഗലി എന്ത് ചെയ്യുന്നുണ്ട്, 26 വീക്സ് വരെ അബോഷൻ എഗെയിൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യാൻ പറ്റും എന്നുള്ള സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ് അത് ആ ഒരു ഫീമെയിലിന്റെ റൈറ്റ് ആണ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിലും, അതായത് മോറലി ഇത് ചെയ്യുന്നത് പാപമാണ് എങ്കിൽ പോലും, അല്ലെങ്കിൽ ഇത് ചെയ്യരുത് എന്ന് പറയുന്നത് എത്തിക്കലി അത് റോങ് ആണെങ്കിൽ പോലും എന്താണ്, അവിടെ ലീഗലി അത് പെർമിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ട്.
അപ്പൊ അതാ പറയുന്നത്, അതായത് ലോയിൽ മൊറാലിറ്റി ഉള്ള സിറ്റുവേഷൻസും ഉണ്ട്, ലോയിൽ മൊറാലിറ്റി നമുക്ക് കാണാത്ത സിറ്റുവേഷൻസും കാണാൻ പറ്റും. സോ ഇപ്പൊ ജൂറിസ്പ്രുഡൻസിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫിലോസഫി ഓഫ് ലോയിൽ ദ ഡിബേറ്റ് ഓൺ ഹൗ ക്ലോസ്ലി ദ ലോ ഷുഡ് അലൈൻ, ലോ എത്രത്തോളം അലൈൻ ചെയ്യണം മൊറാലിറ്റി, ഓൺ ഗോയിങ് മൊറാലിറ്റിയുമായിട്ട് ലോ എത്രത്തോളം അലൈൻ ചെയ്യുന്നു എന്നുള്ളത് നോക്കുമ്പോൾ, ജൂറിസ്പ്രുഡൻസ് ഓഫ്റ്റൻ എക്സാമിൻസ് വെദർ ലോ ഷുഡ് സ്ട്രിക്ട്ലി റിഫ്ലക്ട് ദ മോറൽ പ്രിൻസിപ്പിൾസ്. ലോ നമ്മുടെ മോറൽ പ്രിൻസിപ്പിൾസിനെ അല്ലെങ്കിൽ എത്തിക്കൽ പ്രിൻസിപ്പിളെ സ്ട്രിക്ട്ലി ഫോളോ ചെയ്തുകൊണ്ടാണോ ലോ വരുന്നത്, അല്ലെങ്കിൽ ലോ ഇൻഡിപെൻഡന്റ്ലി ആണോ, മൊറാലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ എത്തിക്കൽ പെർസ്പെക്റ്റീവിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ലോ ഇൻഡിപെൻഡന്റ് ആയിട്ടാണോ നിലനിൽക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പലവട്ടവും പല ജൂറിസ്റ്റുകളും ഇതിനെപ്പറ്റി ഡിബേറ്റ് നടത്തിയിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യൻ വാസ് ലെഡ് ടു 2 പ്രൈമറി സ്കൂൾസ് ഓഫ് തോട്ട്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് 2 പോയിന്റ് ഓഫ് തോട്ട് അല്ലെങ്കിൽ 2 സ്കൂൾസ് ഓഫ് തോട്ടിലേക്കാണ് ഇത് എത്തുന്നത്. ഒന്ന് ലീഗൽ പോസിറ്റീവ്സും, സെക്കൻഡ് വൺ നാച്ചുറൽ ലോ തിയറി. ഇപ്പൊ ലീഗൽ പോസിറ്റീവ്സ് മീൻസ് പോസിറ്റീവ് ആയിട്ടുള്ള റൂളർ എന്ത് പറയുന്നു അത് അതേപടി ഫോളോ ചെയ്യണം, ഇല്ലെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട്. ദെൻ നാച്ചുറൽ ലോ തിയറി. നാച്ചുറൽ ലോ തിയറി എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഡിവൈൻ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഗോഡ് പറയുന്ന എത്തിക്കൽ പ്രിൻസിപ്പിൾസിന് വാലിഡിറ്റി ഉണ്ട്, ലോ എന്ന് പറയുന്ന റീസണുമായിട്ടാണ് കണക്ഷൻ എന്ന് പറയുന്നതാണ് നാച്ചുറൽ ലോ തിയറി. അപ്പൊ എന്താ ഈ നാച്ചുറൽ ലോ തിയറി? നാച്ചുറൽ ലോ തിയറി എന്ന് പറയുന്നത്, നാച്ചുറൽ ലോ തിയറിസ്റ്റുകൾ ബിലീവ് ചെയ്തിരുന്നത് ദ ലോ ആൻഡ് മൊറാലിറ്റി ആർ ഡീപ്ലി കണക്റ്റഡ്. രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. അതായത് ലോയും റീസണും തമ്മിലുള്ള കണക്ഷൻ ആണ്. റീസൺ എന്ന് പറഞ്ഞാൽ എന്താ? ഡിവൈൻ റീസൺ. അതായത് എത്തിക്കൽ പെർസ്പെക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നാച്ചുറൽ ലോ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ലോയും മൊറാലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നാച്ചുറൽ ലോ തിയറിസ്റ്റുകൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഡീപ്ലി കണക്റ്റഡ് ആണെന്നാണ് നാച്ചുറൽ ലോ തിയറിസ്റ്റുകൾ ബിലീവ് ചെയ്തിരുന്നത്. സോ അവർ പറഞ്ഞിരുന്ന ലീഗൽ റൂൾസ് ഷുഡ് അലൈൻ വിത്ത് യൂണിവേഴ്സൽ മോറൽ പ്രിൻസിപ്പിൾസ്. യൂണിവേഴ്സൽ ആയിട്ടുള്ള മോറൽ പ്രിൻസിപ്പിൾസുമായിട്ട് എന്ത് ചെയ്തിരിക്കണം? ലീഗൽ റൂൾസ് മസ്റ്റ് ആയിട്ടും അലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഒരു ലീഗൽ സിസ്റ്റത്തിലെ ലീഗൽ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് മസ്റ്റ് ആയിട്ടും എന്തായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവണം? ഈ ഒരു നമ്മുടെ മൊറാലിറ്റിയുമായിട്ട് അല്ലെങ്കിൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്, മോറൽ പ്രിൻസിപ്പിൾസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. സോ നാച്ചുറൽ ലോ തിയറി അല്ലെങ്കിൽ ദിസ് സ്കൂൾ ഓഫ് തോട്ട് argues that law must meet a moral standard to be considered legitimate. അതായത് whether a law is good or bad എന്ന് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ if it is consistent with the moral principles ഉമായിട്ട് കൺസിസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ if it meets the standards of the meets the moral standards ആണ് എങ്കിൽ then we can say that law is legally valid എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു ലോ വാലിഡ് ആണ് അല്ലെങ്കിൽ ഗുഡ് ലോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും എന്നാണ് പറയണേ. അതായത് if a law is morally unjust ആണ്, ധാർമ്മികപരമായിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ എത്തിക്കലി നോക്കുമ്പോൾ ലോ അൺജസ്റ്റ് ആണ്, അനീതിപരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ, ന്യായമല്ല എന്ന് തോന്നുകയാണെങ്കിൽ ദി നാച്ചുറൽ ലോ അഡ്വക്കേറ്റ്സ് ക്ലെയിം ഇറ്റ് ഷുഡ് നോട്ട് ബി ഫോളോ. അപ്പൊ അവർ പറയുന്നത് എന്താ? നാച്ചുറൽ ലോ തിയറിയിൽ നമ്മൾ പറഞ്ഞു, നാച്ചുറൽ ലോ തിയറിസ്റ്റുകൾ പറയുന്ന നാച്ചുറൽ ലോ ഫോളോ ചെയ്യുന്ന ലോ മാത്രമേ വാലിഡ് ലോ ആകുള്ളൂ. അപ്പൊ നാച്ചുറൽ ലോ അഡ്വക്കേറ്റ്സ് അത് ഫോളോ ചെയ്യുന്നവർ പറയുന്നത് ഇത് തന്നെയാണ്. അത് ഒരു ലോ എന്ന് പറയുന്നത് അത് നാച്ചുറലി നോക്കുമ്പോൾ അല്ലെങ്കിൽ മോറലി നോക്കുമ്പോൾ അത് അൺജസ്റ്റ് ആണ് എങ്കിൽ ആ ലോ എന്തല്ല? വാലിഡ് ലോ അല്ല, ഇറ്റ് ഷുഡ് നോട്ട് ബി ഫോളോ ചെയ്യരുതെന്നാണ് പറയുന്നത്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് തോമസ് എക്വിനാസും അതുപോലെ തന്നെ ലോർഡ് ഫുള്ളറും ഇങ്ങനെയുള്ള ലോർഡാണ്, ഒരു ആറുണ്ട്, ലോർഡ് ഫുള്ളറാണ്. ലോർഡ് ഫുള്ളറും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പെർസ്പെക്റ്റീവിനെ, ഇതിനെ നാച്ചുറൽ ലോ തിയറിനെ. സോ ഇവരൊക്കെ എംഫസൈസ് ചെയ്തിരുന്നതാണ് ഈ ഒരു പെർസ്പെക്റ്റീവ് ആണ്. ലോ ഷുഡ് എയിം ടു അച്ചീവ് ജസ്റ്റിസ് ബൈ അലൈൻ വിത്ത് എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. അതായത് ലോ എത്തിക്കൽ പ്രിൻസിപ്പിൾസുമായിട്ട് ഫോളോ ചെയ്ത് പോയാൽ മാത്രമേ ലോയിൽ എന്തുണ്ടാവുള്ളൂ? ദബൈ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ ജസ്റ്റിസ്. അതായത് ലോ എപ്പോഴും കുറച്ച് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മോറൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തായിരിക്കണം പോവേണ്ടത്. അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. എന്നാൽ മാത്രമേ അൾട്ടിമേറ്റ്ലി നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റുള്ളൂ? ജസ്റ്റിസിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്, നാച്ചുറൽ ലോ തിയറി പറയുന്നത്. ഇനി ലീഗൽ പോസിറ്റീവ്സ് എന്താ പറയുന്നത് നോക്കാം. ഇനി ലീഗൽ പോസിറ്റീവ്സം എന്ന് പറയുമ്പോൾ, ലീഗൽ പോസിറ്റീവ്സത്തിൽ നമ്മൾ ഹാർട്ടും പോസിറ്റീവ്സം എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സ്കൂളിൽ മെയിൻ ആളാരായിരുന്നു? ജോൺ ഓസ്റ്റിൻ ആണ്. ഓസ്റ്റിന്റെ സ്കൂൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് തന്നെ, ഓസ്ട്രേലിയൻ സ്കൂൾ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സോ ജോൺ ഓസ്റ്റിനും ഹാർട്ടും ഒക്കെ ലീഗൽ പോസിറ്റീവ്സത്തിൽ ബിലീവ് ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു. ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലോയും മൊറാലിറ്റിയും തമ്മിൽ ഡിസ്റ്റിന്റ് ആണ്. കുറച്ചു നേരം മുമ്പ് നമ്മൾ നോക്കിയുള്ള ഹാർട്ടിന്റെ കാര്യം. പുള്ളി പറഞ്ഞത് എന്താ? ലോയിൽ മൊറാലിറ്റി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ലോ സെപ്പറേറ്റ് ആയിട്ട് അവിടെ സ്റ്റാൻഡ് ചെയ്തോളും, പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലോയും മൊറാലിറ്റിയും തമ്മിൽ ഡിസ്റ്റിന്റ് ആണ്. ഈ ലീഗൽ സിസ്റ്റം വാലിഡ് ആവണമെങ്കിൽ അവിടെ മോറൽ കണ്ടന്റ് ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. റിഗാർഡ്ലെസ് ഓഫ് ദ മോറൽ കണ്ടന്റ് ലോ ലീഗലി വാലിഡ് ആണ്, അല്ലെങ്കിൽ അതിന്റെ എക്സിസ്റ്റൻസ് അവിടെ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്.
സോ ഇവരുടെ ഒരു വ്യൂ പോയിന്റ് അനുസരിച്ച് ലോസ് ആർ ക്രിയേറ്റഡ് ബൈ ദ ഗവർണിംഗ് ബോഡീസ്, അതായത് ആരാ, സുപ്രീം ആയിട്ടുള്ള അതോറിറ്റി ഉള്ള ബോഡീസ് ആണ് ലോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ലെജിറ്റിമസി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ മോറൽ വാല്യൂസ്. അതൊരിക്കലും എന്തിനല്ല, അവര് ലെജിറ്റിമേറ്റ് ആണോ അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന ലോസിന്റെ വാലിഡിറ്റി തീരുമാനിക്കുന്നത് അവർ മോറൽ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ വെദർ ഇറ്റ് കംപ്ലൈസ് വിത്ത് ദ മോറൽ വാല്യൂസ് ആണോ എന്ന് നോക്കിയിട്ടല്ല തീരുമാനിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോറൽ വാല്യൂസിനെ ഫോളോ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എത്തിക്കൽ പെർസ്പെക്റ്റീവിനെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല പറയുന്നതെന്നാണ് പറയുന്നത്. സോ അപ്പോൾ ലീഗൽ പോസിറ്റീവിസം ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യൂ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ലോ ഷുഡ് ബി ഇവാലുവേറ്റഡ് ബേസ്ഡ് ഓൺ ദ ലീഗൽ വാലിഡിറ്റി. അതിന്റെ ലീഗൽ വാലിഡിറ്റി നോക്കിയാൽ മതി, അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ നോക്കിയാൽ മതി. അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റാദർ ദാൻ ദാറ്റ് അഡ്ഹറൻസ് ടു മോറൽ പ്രിൻസിപ്പിൾസ് ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കോൺസെപ്റ്റും, ഏത് നാച്ചുറൽ ലോ തിയറിയും അതോടൊപ്പം തന്നെ ലീഗൽ പോസിറ്റീവിസം, ഇത് രണ്ടിനെയും ബന്ധപ്പെടുത്തിയാണ് നമ്മൾ എന്ത് പഠിക്കേണ്ടത്, ലോയും മൊറാലിറ്റിയും തമ്മിലുള്ള ഒരു കണക്ഷൻ പഠിക്കേണ്ടത്. ഈ രണ്ട് സ്കൂൾസിലേക്കാണ് അത് പോകുന്നത്. ദെൻ ലോ, ജസ്റ്റിസ് ആൻഡ് മൊറാലിറ്റി. ലോ, ജസ്റ്റിസ്, മൊറാലിറ്റി ഓഫ്റ്റൻ വർക്ക് ടുഗദർ. ഇത് മിക്കപ്പോഴും ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത് ടു ക്രിയേറ്റ് എ ബാലൻസ്ഡ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലോയും മൊറാലിറ്റിയും ജസ്റ്റിസും എന്ന് പറയുന്നത്. സോ വൈൽ ലോ പ്രൊവൈഡ്സ് ദ റൂൾസ് ദാറ്റ് എവരിവൺ മസ്റ്റ് ഫോളോ, എല്ലാവരും മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആണ് ലോ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റിസ് എയിം ടു അപ്ലൈ ദീസ് ലോസ് ഫെയർലി. അതായത് ലോ പറയുന്നത് എന്താ, കുറച്ച് റൂൾസ് ആണ് പറയുന്നത്, എല്ലാവരും മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യണ്ടേ. ജസ്റ്റിസോ, ഈ ലോ ഫെയർ ആയിട്ട് അപ്ലൈ ചെയ്യണം എന്നാണ് ജസ്റ്റിസ് എയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ ന്യായം, നീതി അവിടെ എയിം ചെയ്യുന്നത്. മൊറാലിറ്റി ഓഫർ ചെയ്യുന്നതോ കുറച്ച് എത്തിക്കൽ ഗൈഡ് ലൈൻസ് ആണ്. അതായത് ഇത് രണ്ടും ഇൻഫോം ചെയ്യുന്നുണ്ട്, ബോത്ത് ഇൻഫോം, ഈ പറഞ്ഞ കുറച്ച് എത്തിക്കൽ ഗൈഡ് ലൈൻസ് ആണ് മൊറാലിറ്റിയിൽ പറഞ്ഞത്. സോ അപ്പോൾ ജസ്റ്റിസ് ബിക്കംസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ലോ ആൻഡ് മൊറാലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ലോയും മൊറാലിറ്റിയും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ്, ലോയും മൊറാലിറ്റിയും കൂടി ചേരുമ്പോഴാണ് അവിടെ ജസ്റ്റിസ് വരുന്നത്, അല്ലെങ്കിൽ ജസ്റ്റിസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. സോ അപ്പോൾ അവർ പറയുന്നത് ലോസ് ആർ അപ്ലൈഡ് ഇൻ എ മാനർ ദാറ്റ് അലയൻസ് വിത്ത് ഫെയർനെസ് ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. ലോ എത്തിക്കൽ സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ ആ ഒരു ഫെയർനെസ് സ്റ്റാൻഡേർഡിൽ വരുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, അവിടെ ജസ്റ്റിസും വരുന്നത്. അപ്പൊ ഇത് മൂന്നും തമ്മിൽ ഇന്റർ റിലേറ്റഡ് ആണ്, കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു പെർസ്യൂട്ട് ഓഫ് ജസ്റ്റിസ്, അല്ലെങ്കിൽ ജസ്റ്റിസ് അവിടെ അച്ചീവ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഓഫ്റ്റൻ ബ്രിങ്സ് ലോ ആൻഡ് മൊറാലിറ്റി ഇൻ ടു കൺവേർഷൻ. ഇത് രണ്ടും കൂടി വേണം. സോ അപ്പോൾ ഒരു മോറൽ ഒബ്ലിഗേഷൻ ടു ട്രീറ്റ് ദ പീപ്പിൾ വിത്ത് റെസ്പെക്ട് ആൻഡ് ഡിഗ്നിറ്റി. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ജനങ്ങളെ റെസ്പെക്റ്റോട് കൂടിയും ഡിഗ്നിറ്റിയോട് കൂടിയിട്ടും ട്രീറ്റ് ചെയ്യണം എന്നുള്ള ഒരു മോറൽ ഒബ്ലിഗേഷൻ ഒരു ലീഗൽ സിസ്റ്റത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നത് ദാറ്റ് പ്രൊഹിബിറ്റ് ദ ഡിസ്ക്രിമിനേഷൻ. നമ്മുടെ മൊറാലിറ്റി എന്താ, ആരെയും വേർതിരിവൊന്നും ഉണ്ടാവരുത്, എല്ലാവർക്കും വേണ്ട രീതിയിൽ ഒരു റെസ്പെക്റ്റും ബഹുമാനവും ഒക്കെ കൊടുക്കണം എന്നുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം അതിൽ എന്ത് പറയുന്നുണ്ട്, ഡിസ്ക്രിമിനേഷൻ പ്രൊഹിബിറ്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യവും കൂടി പറയുന്നുണ്ട്. അപ്പൊ അതെന്താ, നമ്മൾ ലീഗലി പറയുന്ന ലോ ആയിട്ട് പറയുന്ന എന്താ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് ഈ പറയുന്ന പീപ്പിളിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള കാസ്റ്റ്, റേസ്, സെക്സ്, ലാംഗ്വേജ്, ഇതൊക്കെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണമെന്ന്. ഇത് ലീഗൽ പെർസ്പെക്റ്റീവ്, ലീഗൽ സിസ്റ്റത്തിൽ പറയുന്നത്. മോറലി നമ്മൾ പറയുമ്പോൾ എന്താ, എല്ലാവർക്കും ഒരുപോലെ ബഹുമാനവും നീതിയൊക്കെ കൊടുത്തിരിക്കണം, അവിടെ ആരെയും ഈ പറയുന്ന രീതിയിൽ ഇത് ഡിഗ്നിറ്റി ഒന്നും ഇല്ലാതെ ട്രീറ്റ് ചെയ്യരുതെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റിസ് അവിടെ റിക്വയർ ചെയ്യുന്ന ബോത്ത് ലീഗൽ ആൻഡ് മോറൽ കൺസിഡറേഷൻസ് രണ്ടും കൂടി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ടു എൻഷുർ ദാറ്റ് പീപ്പിൾ ആർ ട്രീറ്റഡ് ഫെയർലി ട്രീറ്റ് ചെയ്യുന്നതെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എന്തൊക്കെയാണ് കീ ഡിഫറൻസസ് ആണ് നോക്കുന്നത് ലോയും മൊറാലിറ്റിയും തമ്മിലുള്ളത്. അപ്പൊ ലോയും മൊറാലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ, ഡിഫറൻസസിലേക്ക് വരുമ്പോൾ, വൈൽ നമുക്ക് കുറച്ച് കീ ഡിഫറൻസസ് നോക്കാം ഇത് തമ്മിലുള്ള എന്താന്ന്. വൈൽ ലോ ആൻഡ് മൊറാലിറ്റി ഇന്റർസെക്ട്, ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ട്, ഇത് രണ്ടും കൂടിയാണ് എന്ത് ജസ്റ്റിസിലേക്ക് എയിം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാലും ദേ ഹാവ് സം നോട്ടബിൾ ഡിഫറൻസസ് ദാറ്റ് ഡിസ്റ്റിംഗ്വിഷ് ദം ഫ്രം ഈച്ച് അതർ. ഒന്നിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്ന കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. ഫസ്റ്റ് വൺ, എൻഫോഴ്സ്മെന്റ് ആൻഡ് സാങ്ഷൻസ്. ലോ എന്ന് പറയുന്നത് എന്താ, ദാറ്റ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ബൈ സ്റ്റേറ്റ് അതോറിറ്റീസിന് നമുക്ക് എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാം, എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം അതെന്താ, വയലേഷൻസ് ഉണ്ട്, ഒഫീഷ്യൽ പെനാൽറ്റീസ് നേരിടേണ്ടി വരും, ഫൈൻ, ഇംപ്രസൺമെന്റ് ഒക്കെ നേരിടേണ്ടി വരും. പക്ഷെ മൊറാലിറ്റിയിലോ അതിനൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള സാങ്ഷൻ, പണിഷ്മെന്റ് അവിടെ ഇല്ല. അത് ഡിസപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സോഷ്യലി ഡിസപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫോർമൽ കോൺസിക്വൻസസ്, മോറൽ ആയിട്ടുള്ള ബിഹേവിയറിന്റെ, ഇമ്മോറൽ ബിഹേവിയറിന്റെ ഇൻഫോർമൽ കോൺസിക്വൻസ് മാത്രമല്ല, അല്ലാതെ അവിടെ പണിഷ്മെന്റോ നേരിടേണ്ടി വരില്ല. മുങ്ങി താഴ്ന്ന കുട്ടിയെ രക്ഷിച്ചില്ല, സ്വിമ്മിങ് അറിയാഞ്ഞിട്ട് നമ്മളെ പിടിച്ച് പണിഷ് ചെയ്യോ, ഇല്ല. നമ്മൾ ആ കൊച്ചും തമ്മിൽ ഒരു ലീഗൽ ഡ്യൂട്ടി ഇല്ല, എൻ്റെ മോളൊന്നും അല്ലല്ലോ, അപ്പൊ കുഴപ്പമൊന്നുമില്ല. സോ ഇനി അത് വരണം കേട്ടോ. പിന്നെ ഫ്ലെക്സിബിലിറ്റി, അഡാപ്റ്റബിലിറ്റി. അതിൽ വരുമ്പോൾ ലോ ക്യാൻ ബി ഡെലിബറേറ്റ്ലി ചേഞ്ച്ഡ് ആൻഡ് അമെൻഡഡ് ബൈ ലെജിസ്ലേറ്റീവ് ബോഡീസ് ടു അഡാപ്റ്റ് ടു സൊസൈറ്റൽ നീഡ്സ്. അതായത് സൊസൈറ്റിയുടെ നീഡ്സ് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ലെജിസ്ലേറ്റീവ് ബോഡീസിന് ലോ അമെൻഡ് ചെയ്യാൻ പറ്റും, ഭേദഗതി വരുത്താം, ലോയിൽ ചേഞ്ചസ് വരുത്താം, ഓൾട്ടറേഷൻസ് വരുത്താൻ സാധിക്കുന്നതാണ്. മൊറാലിറ്റിയോ,
മൊറാലിറ്റി ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നതല്ല. ഇത് ഓർഗാനിക്കലി അല്ലെങ്കിൽ സ്ലോലി അപ് ടു ദ ചേഞ്ചസ് ഓഫ് ഈ പറയുന്ന സൊസൈറ്റിയിലെ ചേഞ്ചസ് അനുസരിച്ച്, സൊസൈറ്റിയിലെ വാല്യൂസ് ഷിഫ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് ഓവർ ടൈം ആണ് ഇത് വരുന്നത്. പണ്ട് നമ്മൾ സതി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പം ഇത് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്, എത്രയോ നാൾ നമ്മളിത് ഫോളോ ചെയ്തു, എന്നിട്ടല്ലേ ഇത് ഇല്ലാതാക്കിയത്, അല്ലെങ്കിൽ അത് സതി പ്രൊഹിബിഷൻ ആക്ട് ഒക്കെ വന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓർഗാനിക്കലി സൊസൈറ്റിയിലെ വാല്യൂസ് ഷിഫ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് ഓവർ ടൈം അത് ഇവോൾവ് ചെയ്ത് വരുന്നതാണ്. ഇനി സെർട്ടനിറ്റി ആൻഡ് സബ്ജക്ടിവിറ്റി, അതിലേക്ക് വരുമ്പോൾ ഡിഫറൻസ്. ലോ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്ലിയർ സെറ്റ് ഓഫ് റൂൾസ് ആണ് എല്ലാ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റിയും എക്സ്പെക്റ്റഡ് ആയിട്ട് ഫോളോ ചെയ്യണമെന്നും പറഞ്ഞ് തരുന്നത്. ദെൻ മൊറാലിറ്റിയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, അത് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അത് ഡിപ്പെൻഡിങ് അപ്പോൺ ഓരോ ഇൻഡിവിജ്വൽസും വേരി ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, ഓരോരുത്തരുടെയും റിലീജിയസ് ബിലീഫും ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, കൾച്ചേഴ്സ് ഒക്കെ അനുസരിച്ച്. സോ അത് സബ്ജക്റ്റീവ് ഇന്റർപ്രിട്ടേഷൻസിലേക്ക് ലെഡ് ചെയ്യുന്നതാണ്, ഓരോരുത്തരുടെയും ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ച്. അതായത് ഇപ്പോൾ ഒരാൾ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് ഇത് റൈറ്റ് ആണ് അല്ലെങ്കിൽ ഇത് റോങ് ആണ്, അത് ചിലപ്പോൾ അവരുടെ റിലീജിയസ് പെർസ്പെക്റ്റീവ് ആകാം, ബിഹേവിയറൽ പാറ്റേൺ ആകാം, ഇതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാം, കൾച്ചറൽ പാറ്റേൺ ഒക്കെ ആകാം. സ്കോപ്പ് ആൻഡ് ഫോക്കസിലേക്ക് വരുമ്പോൾ ലോ എന്ന് പറയുന്നത് പ്രൈമറിലി കൺസേൺ ചെയ്യുന്നത് പബ്ലിക് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, ഇൻഡിവിജ്വൽസിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ്. വ്യക്തികളുടെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ പബ്ലിക് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും. മൊറാലിറ്റിയിലേക്ക് വരുമ്പോഴോ അവര് മൊറാലിറ്റി ഫോക്കസ് ചെയ്യുന്നത് പേഴ്സണൽ കണ്ടക്റ്റും പേഴ്സണൽ ആയിട്ടുള്ള വാല്യൂസും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള കോണ്ടക്ട് പ്രവർത്തികൾ അല്ലെങ്കിൽ പേഴ്സണലി ഫോളോ ചെയ്യേണ്ട വാല്യൂസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ വിച്ച് ഇൻഫ്ലുവൻസസ് ദ ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ലൈഫിലെ ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ എങ്ങനെയാണ് അതിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ത് മൊറാലിറ്റി എന്ന് പറയുന്നത്. ദെൻ കമ്മിങ് ടു അടുത്ത ഡിഫറൻസ്, ഇന്റൻഷൻ ആൻഡ് ആക്ഷനിലേക്ക് വരുമ്പോൾ ലോ ജനറലി എംഫസൈസ് ചെയ്യുന്ന ആക്ഷൻസ് ആൻഡ് ഔട്ട്കംസ് ആണ് റാദർ ദാൻ മോറൽ ഇന്റൻഷൻസ് ബിഹൈൻഡ് ദം. ഇതിന്റെ പുറകിലുള്ള മോറൽ ഇന്റൻഷൻസ് എന്താണെങ്കിലും ലോ ആക്ഷൻസ് എന്തൊക്കെയാണ് അതിന്റെ ഔട്ട്കംസ്. ഇപ്പൊ നമ്മളിപ്പോ IPC ആണെങ്കിലും certain offenses അതിന്റെ പണിഷ്മെന്റ് അതാണ് അവിടെ പറയുന്നത്. ഇതിൽ മോറൽ ഇന്റൻഷൻ ബിഹൈൻഡ് ദംനേക്കാളും നമ്മൾ അത് ചെയ്തിട്ടുണ്ടോ ദെൻ അത് പണിഷ്മെന്റ് ആണ്. അപ്പോൾ മൊറാലിറ്റിയിലേക്ക് വരുമ്പോൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ഇൻഡിവിജ്വലിന്റെ ഇന്റൻഷൻസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ എന്തായിരുന്നു അത് ചെയ്യാനായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തത്, എന്നാലാണ് വെദർ ദ ആക്ഷൻ വാസ് ലീഗലി റൈറ്റ് ഓർ റോങ് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ജസ്റ്റ് സമ്മപ്പ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ലോയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് എത്രത്തോളം വിസിബിൾ ആവണമെന്ന് എനിക്കറിയില്ല, കുറച്ച് ചെറുതായിരിക്കും, കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ നോട്ട് കിട്ടുമല്ലോ, നിങ്ങൾക്ക് അതിലൂടെ ഗോ ത്രൂ ചെയ്ത് പോയാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ ലോയിൽ ഡെഫിനിഷൻ, സിസ്റ്റം ഓഫ് റൂൾസ് എനിക്ക് വിസിബിൾ ആണ്, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ പറയുന്നത് ഓഡിബിൾ ആണല്ലോ, അപ്പോൾ അത് കേട്ടാലും മതി കേട്ടോ, നിങ്ങളിട്ട് നോട്ട്സിലൂടെ പോയാൽ മതി. അപ്പോൾ ലോയിൽ ഡെഫിനിഷൻ വരുന്നത് സിസ്റ്റം ഓഫ് റൂൾസ് എൻഫോഴ്സ്ഡ് ബൈ ദ സ്റ്റേറ്റ് ടു മെയിൻറ്റെയിൻ ദ ഓർഡർ ആൻഡ് ജസ്റ്റിസ്. അതായത് ലോ ആൻഡ് ഓർഡർ, ലോ എന്ന് പറയുന്നത് ഒരു ഓർഡർ, സമൂഹത്തിൽ ഒരു സോഷ്യൽ ഓർഡർ അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഫോളോ ചെയ്യേണ്ട, സ്റ്റേറ്റ് വഴിയായിട്ട് സ്റ്റേറ്റിലെ ജനങ്ങൾ ഫോളോ ചെയ്യേണ്ട, എൻഫോഴ്സ് ചെയ്യുന്ന, സ്റ്റേറ്റ് വഴിയായിട്ട് എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഓഫ് റൂൾസ് ആണ്. മൊറാലിറ്റിയുടെ ഡെഫിനിഷനോ, മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് പേഴ്സണൽ അല്ലെങ്കിൽ സൊസൈറ്റൽ ബിലീഫ്സ് ആണ് അബൌട്ട് റൈറ്റ് ആൻഡ് റോങ്. എന്താണ് റൈറ്റ് ആൻഡ് റോങ് എന്നതിനെ സംബന്ധിച്ചുള്ള സൊസൈറ്റൽ ബിലീഫ്സ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പേഴ്സണൽ ബിലീഫ്സ് ആണ്. ഓരോരുത്തരുടെ പല പെർസ്പെക്റ്റീവിനെ സംബന്ധിച്ച് വരുന്നതാണ്. അത് കൾച്ചർ ആകാം, റിലീജിയൻ ആകാം, എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്ത് വരുന്നതാകാം. ഇനി ഇതിന്റെ എൻഫോഴ്സ്മെന്റ്, ലോ എന്ന് പറയുന്ന എൻഫോഴ്സ്ഡ് ബൈ ഗവൺമെന്റ് ആണ് വിത്ത് ഒഫീഷ്യൽ സാങ്ഷൻ, ഫൈനും ഇംപ്രസൺമെന്റും ഉണ്ട്. മൊറാലിറ്റിയോ നോട്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, സൊസൈറ്റൽ പ്രഷർ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഇൻഫോർമൽ ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ചേഞ്ചബിലിറ്റി, ക്യാൻ ബി ഡെലിബറേറ്റ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റും ലോ എന്ന് പറയുന്ന ലെജിസ്ലേറ്റീവ് ബോഡീസിന് അല്ലെങ്കിൽ ജുഡീഷ്യൽ ബോഡീസിന്. ഇപ്പോൾ ത്രൂ പ്രസിഡന്റ് ഒക്കെ വഴിയായിട്ട് എടുത്ത് സ്ട്രക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ സ്ട്രക്ക് ഡൗൺ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ മാറ്റണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴിയോ അല്ലെങ്കിൽ പാർലമെന്റ് അമെന്റ്മെന്റ് വഴിയായിട്ടോ ഭേദഗതി വരുത്താനായിട്ട് പറ്റും. ഇനി മൊറാലിറ്റിയോ ഇറ്റ് ഇവോൾവ്സ് ഗ്രാജുവലി ആൻഡ് സോഫ്റ്റ് ഇൻഫ്ലുവൻസ് ബൈ കൾച്ചറൽ ഷിഫ്റ്റ്. അതായത് നമ്മുടെ കൾച്ചർ മാറുന്നതനുസരിച്ച് സൊസൈറ്റിയുടെ ഗ്രോത്ത് ഒക്കെ അനുസരിച്ചിട്ടാണ് മൊറാലിറ്റിയിൽ ചേഞ്ചസ് വരുന്നത്. ദെൻ സെർട്ടനിറ്റി, അതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്ലിയർ ഗൈഡ് ലൈൻസ് ആണ്, മസ്റ്റ് ആയിട്ട് എല്ലാവരും ഫോളോ ചെയ്യേണ്ടതാണ് ലോയിൽ പറയുന്നത്. മൊറാലിറ്റിയിലോ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്, അത് വേരി ചെയ്തുകൊണ്ടിരിക്കും, ഓരോ ഇൻഡിവിജ്വൽസിലും മാറിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ ഒരു കൾച്ചറിലുള്ള ഇൻഡിവിജ്വൽസ് ഫോളോ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒരു റിലീജിയസ് പെർസ്പെക്റ്റീവിലുള്ളവർ ഫോളോ ചെയ്യുന്ന അവരുടെ എത്തിക്കൽ പെർസ്പെക്റ്റീവ് ആവില്ല മറ്റുള്ളവർക്ക്, അപ്പം അത് ഡിഫറെൻ്റ് ആണ്. പക്ഷേ ലോ അങ്ങനെയല്ല, ഒരു സെർട്ടനിറ്റി ഉണ്ട്, ക്ലിയർ കട്ട് ഗൈഡ് ലൈൻസ് ആണ് എല്ലാവരും മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടത്. ഇനി സ്കോപ്പിലേക്ക് വരുമ്പോൾ പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്നത് ലോ എന്ന് പറയുന്നത് പബ്ലിക് ഓർഡറും പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആണ്. മൊറാലിറ്റിയോ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പേഴ്സണൽ കണ്ടക്റ്റും എത്തിക്കൽ ചോയ്സും ആണ്. ഇനി ലോയുടെ ഫോക്കസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആക്ഷൻസും ഔട്ട്കംസും ആണ്, വിത്തൗട്ട് ഫോക്കസിങ് ഓൺ ഇന്റൻഷനെ ഫോക്കസ് ചെയ്യുന്നില്ല. മൊറാലിറ്റി എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്ന ഇന്റൻഷൻസിനെയാണ് ബിഹൈൻഡ് ദ ആക്ഷൻസിന് അത് ചെയ്യാനുള്ള ഇന്റൻഷൻ എന്തായിരുന്നു അതാണ് മൊറാലിറ്റിയിൽ നോക്കുന്നത്.
ഇനി കോൺസിക്വൻസസ്, ലോയുടെ കോൺസിക്വൻസ് എന്താ? പെനാലിറ്റി ആണ്. അതായത് കോർട്ട് വഴിയായിട്ട് ഇമ്പോസ് ചെയ്യും, അതോറിറ്റീവ്സ് വഴിയായിട്ട്. മൊറാലിറ്റിയിൽ ഫോർമൽ ആയിട്ടുള്ള പെനാലിറ്റീസ് ഒന്നും ഇല്ല, സോഷ്യൽ ആയിട്ടുള്ള ഡിസപ്രൂവൽ ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്, റിസൾട്ട് ചെയ്യുന്നത്. ലോയ്ക്ക് എക്സാമ്പിൾ ലോ എഗനിസ്റ്റ് തെഫ്റ്റ്, ലോസ് എഗനിസ്റ്റ് മർഡർ, ട്രാഫിക് റൂൾസ് ഒക്കെ പറയാം നമുക്ക്. മൊറാലിറ്റിയിലോ ഹോണസ്റ്റി പ്രിൻസിപ്പിൾ, സത്യസന്ധരായിരിക്കുക, കൈൻഡ് ആയിട്ടിരിക്കുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ ലോ എന്ന് പറയുന്നത് ഓവർലാപ്പ് വിത്ത് ലോയുമായിട്ടുള്ള ഓവർലാപ്പ് ഓഫ്റ്റൻ ഇൻകോപ്പറേറ്റ് ചെയ്യാറുണ്ട്. ലോ എന്ന് പറയുന്ന മോറൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് ചില സിറ്റുവേഷനിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാറുണ്ട്. എന്നിട്ട് സൊസൈറ്റൽ വാല്യൂസ് ചില സിറ്റുവേഷനിൽ ലോയിൽ റിഫ്ലക്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. പക്ഷെ മൊറാലിറ്റി ക്യാൻ ഇൻസ്പയർ ന്യൂ ലോസ്. മൊറാലിറ്റി എന്ത് ചെയ്യാറുണ്ട്? പുതിയ നിയമങ്ങളെ ഇൻസ്പയർ ചെയ്യാറുണ്ട്. ബട്ട് ഇവൻ തോ ഇത് എൻഫോഴ്സിബിൾ അല്ല എങ്കിൽ പോലും, മൊറാലിറ്റി ഒരിക്കലും നമുക്ക് എൻഫോഴ്സിബിൾ ബൈ ലോ അല്ല എങ്കിൽ പോലും എന്താ ഇത് ഇവൻ തോ ഇറ്റ് ഇറ്റ്സെൽഫ് എൻഫോഴ്സ്ഡ് ബൈ ലോ അല്ലെങ്കിൽ പോലും അത് ഇൻസ്പയർ ചെയ്യാറുണ്ട് പുതിയ പുതിയ ലോസ് വരാനായിട്ട്. ദെൻ ജൂറിസ്പ്രുഡൻസ് വ്യൂസ്, ലോയുമായി ബന്ധപ്പെട്ട ലോയിൽ മൊറാലിറ്റി ഇല്ല എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് ആണ് ലീഗൽ പോസിറ്റിവിസം. സോ ലീഗൽ പോസിറ്റിവിസത്തിൽ ലോയും മൊറാലിറ്റി സെപ്പറേറ്റ് ആണെന്നാണ് പറഞ്ഞത്. നാച്ചുറൽ ലോ തിയറിയോ ദേ ആർ ഇന്റർഡിപെൻഡന്റ്, കണക്റ്റഡ് ആണെന്നാണ്. ലോയും മൊറാലിറ്റി കണക്റ്റഡ് ആണെന്നാണ് നാച്ചുറൽ ലോ തിയറി പറയുന്നത്. ഈ മൊറാലിറ്റിയിലേക്ക് വരുമ്പോൾ ആക്ച്വലി ഇറ്റ് സീൻ ആസ് എ ഗൈഡിങ് ഇൻഫ്ലുവൻസ് ബട്ട് നോട്ട് ബൈൻഡിങ് ഇൻ ലീഗൽ ടേംസ്. ഇനി ഈ ഒരു ഡിഫറൻസസ് ഇപ്പൊ നമ്മൾ ഈ നോക്കിയ ഡിഫറൻസസ് ഹൈലൈറ്റ് ചെയ്യുന്ന ഹൗ ലോ ആൻഡ് മൊറാലിറ്റി ഓപ്പറേറ്റ് ഇൻ എ സെപ്പറേറ്റ് സ്പിയേഴ്സ്, എങ്ങനെയാണ് ഓരോ ഡിഫറെന്റ് സ്പിയേഴ്സിൽ ലോയും മൊറാലിറ്റി ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇവൻ ആസ് ദേ ഇൻഫ്ലുവൻസ് ഈച്ച് അതർ, പരസ്പരം ഇത് തമ്മിൽ കണക്ഷൻസ് ഉണ്ടെങ്കിൽ പോലും ഈ ഡിഫറൻസസ് എങ്ങനെയാണ് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മൾ ഈ ഡിഫറൻസസിലൂടെ നോക്കിയത്. സോ ദി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ മോറൽസ് ആൻഡ് ലെജിസ്ലേഷൻസ് ഈസ് ക്രൂഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ഈ ഡിഫറൻസസ് നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് മനസ്സിലാവുള്ളൂ, എങ്ങനെയാണ് ഹൗ സൊസൈറ്റീസ് ക്യാൻ ഗവേൺ എഫക്റ്റീവ്ലി വെൽ റെസ്പെക്റ്റീവ് ഡൈവേഴ്സ് പേഴ്സണൽ ബിലീഫ്സ് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അപ്പൊ ഡിഫറൻസസിലൂടെയും ഗോ ത്രൂ ചെയ്ത് പോകണം. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ലോ ആൻഡ് മൊറാലിറ്റി ഡൈവേർജ് ചെയ്യുന്ന സിറ്റുവേഷൻസ്. ഇപ്പോ അതിൽ ലോയിൽ മൊറാലിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ അതിൽ നിന്നും ഡൈവേർജ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വെച്ചിട്ട് നോക്കാം കേട്ടോ. വൈൽ ലോ ഓഫ്റ്റൻ റിഫ്ലക്ട് മോറൽ വാല്യൂസ്, ലോ മിക്കപ്പോഴും മോറൽ വാല്യൂസിനെ റിഫ്ലക്ട് ചെയ്യാറുണ്ടെങ്കിലും ദർ ആർ നോട്ടബിൾ കേസസ് വെർ ആർ ദ ടു ഡൈവേഴ്സ്, ഇത് രണ്ടും ഡൈവേർജ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ലോയിൽ മൊറാലിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻസും വരുന്നുണ്ട്. പിന്നെ അബോർഷൻ ലോസ് ഒക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് ആണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. പിന്നെ നോക്കാം, ട്രാഫിക് വയലേഷൻസ് എടുത്ത് നോക്കുമ്പോൾ ഇല്ലീഗലി പാർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ സ്പീഡിങ് മേ ബി എഗനിസ്റ്റ് ലോക്ക് എഗനിസ്റ്റ് ആയിരിക്കും. ബട്ട് ചിലപ്പോൾ ഈ ആക്ഷൻസ് എന്തായിരിക്കില്ല, ഇമ്മോറൽ ആയിട്ടായിരിക്കില്ല കൺസിഡർ ചെയ്യുന്ന, അൺലെസ് മറ്റൊരാളെ ഡേഞ്ചർ ചെയ്യുന്ന ആ ഒരു എൻഡേഞ്ചർ ചെയ്യാത്തിടത്തോളം കാലം. അതായത് ഇപ്പോൾ മറ്റൊരാൾക്ക് ഭീഷണി ഇല്ല അല്ലെങ്കിൽ ഒരാൾക്ക് അവിടെ ഒരു അപകടം വരുത്താത്തിടത്തോളം കാലം നമുക്ക് ഒരാൾ ഇപ്പോൾ അവിടെ പാർക്ക് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്പീഡിൽ വണ്ടി ഓടിക്കുന്നതിലോ ഒന്നും നമുക്ക് കുഴപ്പമൊന്നും കാണില്ല. അപകടം വരുന്നത് വരെ നമുക്കതൊരു കുഴപ്പമില്ലല്ലോ, അതിലൊരു ധാർമ്മികതയും അല്ലെങ്കിൽ അതിലൊരു എത്തിക്സ് ഇല്ലായ്മയോ ഒന്നും നമുക്ക് തോന്നിയെന്ന് വരില്ല. ബട്ട് അതെന്താ, ലോയ്ക്ക് എഗനിസ്റ്റ് ആണ്. ഇപ്പൊ ലോയിൽ മൊറാലിറ്റിയിൽ നിന്നും ഡൈവേർജ് ആവുന്ന സിറ്റുവേഷൻസും ഉണ്ട്. ഇനി ഹോമോസെക്ഷുവാലിറ്റിയിലേക്ക് വരുമ്പോൾ ഇത് ഇല്ലീഗൽ ആണ് പല കൺട്രീസിലും until recently despite moral opposition rooted in religious and cultural beliefs. അപ്പോൾ പല സൊസൈറ്റീസും ലോസ് അറൌണ്ട് ഹോമോസെക്ഷുവാലിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ഹാവ് ഷിഫ്റ്റഡ് ടു സപ്പോർട്ട് ഇക്വാലിറ്റി സപ്പോർട്ട് ചെയ്യാനാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവൻ സം സെഗ്മെന്റ്സ് ഓഫ് സൊസൈറ്റി അവർ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് മോറലി അൺഅക്സെപ്റ്റബിൾ ആയിട്ടുണ്ട്. അതായത് കുറെ ആളുകൾ ഇപ്പോഴും ഇത് സ്റ്റിൽ നൗ ഇത് അക്സെപ്റ്റ് ചെയ്യാതെ പോകുന്നുണ്ട്. കുറെ സ്ഥലങ്ങളിൽ ഇത് ഹോമോസെക്ഷുവാലിറ്റി അംഗീകരിക്കുന്ന സിറ്റുവേഷൻസും ഉണ്ട്. അപ്പൊ ലോ അനുവദിക്കുന്നുണ്ടെങ്കിലും മൊറാലിറ്റി അനുവദിക്കാത്ത സിറ്റുവേഷൻസും ഉണ്ട്. അത് ഇത് രണ്ടും തമ്മിൽ ഡൈവേർജ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പോയിന്റ്സ് ഒക്കെ ഇടുന്നത്. ഇങ്ങനെയൊന്നും തന്നിട്ട് ഇത് എന്ത് ലോയിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്തോ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഒന്നും തന്നിട്ട് സിനാരിയോ തന്നിട്ട് എഴുതാനൊന്നും പറയില്ല. അതിനൊന്നും ചോദിച്ച് ഇന്നേവരെയും കണ്ടിട്ടില്ല ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനും. ദെൻ അബോർഷൻ ലോസിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം, ദാറ്റ് very widely reflecting the different moral views on the sanctity of life and women's right to choose. In countries where abortion is legal, then some people still view that it's morally wrong ആയിട്ട് കണക്കാക്കുന്നുണ്ട്, ഇപ്പോൾ പോലും കണക്കാക്കുന്നുണ്ട്. While others consider it as a moral right based on the individual freedom. കുറെ ആളുകൾ അത് അവരുടെ ഇൻഡിവിജ്വൽ ഫ്രീഡം ആണെന്നും പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നു, കുറെ ആളുകൾ ഇത് സൊസൈറ്റിക്ക് എഗനിസ്റ്റ് ആണ്, അങ്ങനെ ചെയ്യരുത്, പാപമാണെന്ന് പറയുന്ന കുറെ ആളുകളും ഉണ്ട്. ദെൻ അസിസ്റ്റഡ് ഡൈയിങ് എന്ന് പറയുന്നത്, അതായത് അസിസ്റ്റഡ് ഡൈയിങ് എന്ന് പറയുന്നത് ഇസ് ലീഗൽ ഇൻ സം ജൂറിസ്ഡിക്ഷനിൽ ബട്ട് റിമൈൻ മോറലി കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് വരുന്ന സിറ്റുവേഷൻസും ഉണ്ട്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നത് പീപ്പിൾ ഷുഡ് ഹാവ് ദ റൈറ്റ് ടു ചൂസ് ഹൗ ദേ ഡൈ, എങ്ങനെ മരിക്കണം എന്നുള്ളത് അവർക്ക് ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ ഒപ്പോണൻസ് എന്താ പറയുന്നത്, മോറലി ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ലൈഫ് എൻഡ് ചെയ്യുക, മനഃപൂർവ്വം ഒരാൾ ലൈഫ് എൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയല്ല. നമ്മൾ ഒരു
ഈ ഗെയിൻ കൗറിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ടു ഡൈ. രത്തിനം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറയാം, രത്തിനം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ഗെയിൻ കൗറിന്റെ കേസിൽ നമ്മൾ പറയുന്നുണ്ട്. ആദ്യം രത്തിനത്തിന്റെ കേസിൽ പറഞ്ഞ എന്താ, രത്തിനത്തിന്റെ കേസിൽ പറഞ്ഞു റൈറ്റ് ടു ഡൈ ഒരു ഫണ്ടമെന്റൽ റൈറ്റിൽ ഉൾപ്പെടുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ 309 IPCയുടെ 309 എന്താ, അത് എടുത്ത് സ്ട്രക്ക് ഡൗൺ ചെയ്ത് കളയണം. അതായത് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂസൈഡ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് കണക്കാക്കണം എന്നാണ് ആർഗ്യൂ ചെയ്തത് ആ ഒരു കേസിൽ, രത്തിനത്തിന്റെ കേസിൽ. ദെൻ അഗെയിൻ പിന്നീട് ഗെയിൻ കൗറിന്റെ കേസ് വന്നപ്പോൾ എന്താ പറഞ്ഞത്, റൈറ്റ് ടു ഡൈക്കകത്ത് എന്തില്ല, സോറി റൈറ്റ് ടു ലൈഫിൻ്റെ അകത്ത് എന്തില്ല, റൈറ്റ് ടു ഡൈ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതായത് ജീവിക്കാനായിട്ടുള്ള അവകാശത്തിൽ മരിക്കാനായിട്ടുള്ള അവകാശം ഇല്ല എന്നാണ് ഗെയിൻ കൗറിന്റെ കേസിലേക്ക് വന്നപ്പോൾ പറഞ്ഞത്. മറ്റേത് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണെന്നാണ് പറഞ്ഞത്. 309 അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂസൈഡ് വാലിഡ് ആയിട്ടുള്ള സെക്ഷൻ ആണെന്ന്. സോ അതുപോലെ തന്നെ ഈ ഒരു എക്സാമ്പിൾസ് ഒക്കെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എങ്ങനെയാണ് ലോ ആൻഡ് മൊറാലിറ്റി ഇൻ ജൂറിസ്പ്രുഡൻസ് ഡൈവേർജ് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് സൊസൈറ്റൽ വ്യൂസിനെയും ലീഗൽ സ്റ്റാൻഡേർഡ്സിനെയും എന്ന്. ഇനി ഹാർട്ട്ഫുൾ ഡിബേറ്റ് നമ്മൾ ഡീൽ ചെയ്ത ടോപ്പിക്കാണ്. അത് മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾക്ക് വായിക്കാൻ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതായത് ഹാർട്ട്ഫുൾ ഡിബേറ്റ് ഒരു കീ ഡിസ്കഷൻ, ഇവർ തമ്മിലുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു ലോ ആൻഡ് മൊറാലിറ്റി സംബന്ധിച്ച്. ഒരു ഫേമസ് ഡിബേറ്റ് ആയിരുന്നു ജൂറിസ്പ്രുഡൻസിൽ, ഹാർട്ടും ഫുള്ളറും കൂടി തമ്മിലുള്ള. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഹാർട്ട്ഫുൾ ഡിബേറ്റ് എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്നത്. ആ ജസ്റ്റപ്പോ കേസ് ഒക്കെ ഓർത്താൽ മതി, നാസി ജർമ്മനിയിൽ ആ ലേഡി ഹസ്ബൻഡ് എഗനിസ്റ്റ് കൊടുത്തൊക്കെ. പിന്നെ ഇവർ ആർട്ടിക്കിൾ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് നടത്തുമായിരുന്നു. അപ്പോൾ 1958 HLA ഹാർട്ട് ഒരു ലീഗൽ പോസിറ്റിവിസ്റ്റ് ആണ്. ദെൻ ലോൺ ഫുള്ളർ ഇവർ എന്ത് ചെയ്തു, ഒരു നാച്ചുറൽ ലോ തിയറിസ്റ്റ് ആണ്. ഇവർ പബ്ലിക് ഡിബേറ്റിൽ ഏർപ്പെടുകയാണ് ചെയ്ത് ഈ ഒരു കാര്യത്തെ പറ്റി, ലോയും മൊറാലിറ്റിയും തമ്മിൽ ഇന്റർവൈൻ ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ, വെദർ ഇറ്റ് ഷുഡ് ബി ഇന്റർവൈൻഡ് ആണോ എന്നുള്ള കാര്യത്തിൽ. ഹാർട്ടിന്റെ പെർസ്പെക്റ്റീവ് എന്തായിരുന്നു, നമുക്കറിയാവുന്നത് തന്നെ. ഹാർട്ട് എന്താ ആർഗ്യൂ ചെയ്തേ, ലോ ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ആസ് എ സിസ്റ്റം ഓഫ് റൂൾസ് സെപ്പറേറ്റ് ഫ്രം മൊറാലിറ്റി. ലോ മൊറാലിറ്റിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ ലോ ആസിറ്റ്സ് എങ്ങനെയാണോ അതുപോലെ അംഗീകരിക്കണം എന്നാണ് പറഞ്ഞത്. സോ ഇദ്ദേഹം ബിലീവ് ചെയ്തിരുന്ന വാലിഡിറ്റി ഓഫ് എ ലോ, ഒരു ലോയുടെ വാലിഡിറ്റി എന്തിനെയല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, മോറൽ കണ്ടക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ അകത്ത് മൊറാലിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല ലോ വാലിഡ് ആണോ എന്ന് തീരുമാനിക്കുന്നതെന്ന്. സോ അക്കോർഡിംഗ് ടു ദ ഹാർട്ട് ലീഗൽ ഇന്റർപ്രിട്ടേഷൻ ഷുഡ് റിമൈൻ വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് ലോ. അതായത് ലോയുടെ ആ ഒരു നമ്മൾ പറയില്ല, ആ ഒരു ഇന്റർപ്രിട്ടേഷൻ, നമ്മൾ ഇനി ഇന്റർപ്രിട്ടേഷൻ പഠിക്കും. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു ലിറ്ററൽ ആയിട്ടുള്ള രീതിയിൽ, അതായത് ആ വേർഡ്സ് എന്താണോ അതേ രീതിയിൽ തന്നെ ഇന്റർപ്രിറ്റ് ചെയ്യണം. അപ്പൊ അത് തന്നെയാണ് ഹാർട്ടും പറഞ്ഞിരിക്കുന്നത്. ലീഗൽ ഇന്റർപ്രിട്ടേഷൻ ത്രൂ ആ ലോയുടെ ലീഗൽ ബൗണ്ടറീസിൽ നിന്നുകൊണ്ട്, വേർഡ്സിൽ നിന്നുകൊണ്ട് തന്നെ ഇന്റർപ്രിറ്റ് ചെയ്യണമെന്ന്, വിത്തൗട്ട് ഇൻകോപ്പറേറ്റിംഗ് പുറത്തുനിന്ന് പോയി എക്സ്റ്റേണൽ ആയിട്ടൊരു മോറൽ വാല്യൂസ് അവിടെ കൊണ്ടുവന്ന് അതുണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു ലോയുടെ വാലിഡിറ്റി ഇന്റർപ്രിറ്റ് ചെയ്യേണ്ട ആവശ്യകത ഇല്ല എന്നാണ് പറയുന്നത്. ദെൻ ഫുള്ളറിന്റെ പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ ഫുള്ളർ കൗണ്ടർ ചെയ്യുന്നത് ദാറ്റ് ലോ ഇൻഹെറന്റ്ലി ഇൻക്ലൂഡ്സ് മൊറാലിറ്റി. അതായത് പുള്ളി പറയുന്നത് ലോയ്ക്കകത്ത് എന്തുണ്ട്, ഇൻഹെറന്റ്ലി മോറൽ വാല്യൂസ് അതിൻ്റെ അകത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ജഡ്ജസ് ലോ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് വെദർ എ ലോ ഈസ് വാലിഡ് ഓർ നോട്ട് എന്ന് പറഞ്ഞിട്ട് ജഡ്ജസ് അത് ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ, അല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇത് വാലിഡ് ആണോ എന്നൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്ത് നോക്കണം, മോറൽ കൺസിഡറേഷൻസും കൂടി മനസ്സിൽ വെച്ചിട്ട് നോക്കണം എന്നാണ് പറയുന്നത്. സോ അതായത് ഇന്റേണൽ മൊറാലിറ്റി ലോയ്ക്കകത്ത് ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഫുള്ളർ സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മോറൽ പ്രിൻസിപ്പിൾസ് ആവശ്യമാണ് ലോയ്ക്കകത്ത്, എന്നാൽ മാത്രമേ അവിടെ ഒരു ഫെയർനെസ് അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു ലോ എഫക്റ്റീവ്ലി ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നൊക്കെ. സോ ഈ ഒരു ഡിബേറ്റ് ആയിരുന്നു കുറച്ചും കൂടി ലോ ആൻഡ് മൊറാലിറ്റി തമ്മിലുള്ള ആ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ലോയ്ക്കകത്ത് മൊറാലിറ്റി ഉണ്ടോ എന്നുള്ള ഒരു ഡിബേറ്റ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും ലോയിൽ മൊറാലിറ്റി ഉണ്ട്. അപ്പൊ ഇത് ഈ ഒരു കോൺസെപ്റ്റ് ആണ് ജസ്റ്റിസിലേക്ക് എംഫസൈസ് ചെയ്ത് വന്നതൊക്കെ. റോൾ ഓഫ് മോറൽ ലോയുടെ റോൾ എന്ന് പറയുമ്പോൾ, മോറൽ ലോ എന്ന് പറയുന്നത് എന്താ, എത്തിക്കൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. അതാണ് ഗൈഡ് ചെയ്യുന്ന ഹ്യൂമൻ ബിഹേവിയറിനെ. ദാറ്റ് ഓഫ്റ്റൻ റൂട്ടിംഗ് നമ്മൾ ജസ്റ്റ് സമ്മപ്പ് ചെയ്തിട്ടുള്ളതാണ്, റിലീജിയസ് ഫിലോസഫിയൽ ബിലീഫ്സിലാണ് റൂട്ട് ചെയ്തിരിക്കുന്നത്. മറ്റ് ലീഗൽ സിസ്റ്റത്തിലെ പോലെ അൺലൈക്ക് ലീഗൽ സിസ്റ്റംസ് മോറൽ ലോ ഒരിക്കലും എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല സ്റ്റേറ്റ് വഴിയായിട്ട്. ലോ പോലെ നമുക്ക് മോറൽ ലോ അല്ലെങ്കിൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഒരിക്കലും എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ പല റിലീജിയൻസ്, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, ഹിന്ദുസും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ മോറൽ കോഡ്സ് ഉണ്ട്. ദാറ്റ് ഫോളോവേഴ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഒബ്സർവ് ചെയ്യേണ്ടതാണ്, അതായത് അവരുടെ ആക്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി. മോറൽ ലോ ഇസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലീഗൽ സ്റ്റാറ്റ്യൂട്ടുകൾ പോലെ നമുക്ക് ഒരിക്കലും എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. അത് സൊസൈറ്റൽ നോംസ് ഷേപ്പ് ചെയ്യുന്നതും ലീഗൽ സിസ്റ്റത്തിനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും. അതായത് മോറൽ നോംസ് ഒരു പുതിയ ലോ കൊണ്ടുവരാൻ ഇൻസ്പയർ ചെയ്യാൻ പറ്റും. അത് ആ മോറലായിട്ട് നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത് ഒരു മോറൽ വാല്യൂ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. അത് ചിലപ്പോൾ ഒരു ലീഗൽ വാല്യൂയിലേക്ക് അല്ലെങ്കിൽ ഒരു ലീഗൽ സിസ്റ്റത്തിലെ ഒരു ലീഗൽ റൂൾ വരാനായിട്ട് വഴിയൊരുക്കുകയും അങ്ങനെ ഒരു ലോ വരികയും ചെയ്തു കഴിഞ്ഞാൽ ത്രൂ ആ ലോ അത് നമുക്ക് എൻഫോഴ്സ് ചെയ്യാം. അതല്ലാതെ മോറൽ വാല്യൂ ആയി നിന്നുകൊണ്ട് അതിനെ എൻഫോഴ്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഇതൊരു മൊറാലിറ്റി ആണെന്ന് പറഞ്ഞാൽ എൻഫോഴ്സ് ചെയ്തെടുക്കണം? ഇല്ല, അതല്ലല്ലോ നോക്കുന്നത്. കോടതി നോക്കുന്നത് അങ്ങനെ ഒരു ലോ ഉണ്ടോ എന്നുള്ളതല്ലേ. സോ ഹൗ ലോ ആൻഡ് മൊറാലിറ്റി ഇൻഫ്ലുവൻസ് ഈച്ച് അതർ, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഡിഫറൻസസ് ഉണ്ടെങ്കിലും നമ്മൾ നോക്കി കുറച്ച് ഡിഫറൻസസ്, എന്നാൽ പോലും ലോയും മൊറാലിറ്റിയും ഇൻഫ്ലുവൻസ് ഈച്ച് അതർ ആണ്.
അതായത് മോറൽ വാല്യൂസ് ഓഫ്റ്റൻ ഇൻസ്പയർ ചെയ്യാറുണ്ട്. മോറൽ വാല്യൂസ് എപ്പോഴും പുതിയ പുതിയ ലോസ് വരാനായിട്ട് ഇൻസ്പയർ ചെയ്യാറുണ്ട്. ആൻഡ് ഇൻ ടേൺ നേരെ തിരിച്ച് ലോസും എന്ത് ചെയ്യാറുണ്ട്, മോറൽ സ്റ്റാൻഡേർഡുകൾ സൊസൈറ്റിയിൽ കൊണ്ടുവരാനായിട്ട് ഷേപ്പ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഇപ്പൊ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്, അതായത് മോറൽ ബിലീഫ് ഇൻ ദി ഇക്വാലിറ്റി ഇൻഫ്ലുവൻസ് ദ ആന്റി ഡിസ്ക്രിമിനേഷൻ ലോസ് വരാൻ കാരണമായി. അതായത് നമുക്കൊരു ഇക്വാലിറ്റി ബിലീഫ് എന്ന് പറയുന്ന തുല്യരായിട്ട് എല്ലാവരും കണക്കാക്കണം, അവിടെ വിവേചനം പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡാണ്. ഇതെന്ത് ചെയ്തു, ആന്റി ഡിസ്ക്രിമിനേഷൻ ലോയിലേക്ക് വരാൻ വഴിയൊരുക്കി. സോ അതെന്തിനു കാരണമാക്കി, നമ്മുടെ സൊസൈറ്റിയിലെ വ്യൂസ് റേസിനെ ഇക്വാലിറ്റിനെ സംബന്ധിച്ചുള്ള അത് ഷിഫ്റ്റ് ചെയ്യാനായിട്ടും കാരണമാക്കി. അപ്പൊ ഇതിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമുണ്ട്. ദെൻ എൻവോൺമെന്റ് പ്രൊട്ടക്ഷൻ നോക്കിക്കേ, ഗ്രോയിങ് മോറൽ കൺസേൺ, എൻവോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യണം, നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള ഭാവിയിലേക്കുള്ള ആളുകൾക്കും കൂടി കരുതി വെക്കണം എന്ന് പറയുന്ന ഒരു മോറൽ കൺസേൺ ആണ്. അപ്പൊ ഇത് എയിം ചെയ്യുന്ന എന്താ, നാച്ചുറൽ റിസോഴ്സ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്, പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യേണ്ടതാണെന്ന്. ഇതിനെ എയിം ചെയ്തുകൊണ്ട് ലോസ് വന്നു. അങ്ങനെ ലോസ് വന്നപ്പോൾ എന്ത് ചെയ്തു, അത് ത്രൂ സൊസൈറ്റിയിൽ ചേഞ്ച് വരുത്താനും സാധിച്ചു. ഹ്യൂമൻ റൈറ്റ്സിന്റെ പെർസ്പെക്റ്റീവ് എടുത്താലും നമുക്ക് കാണാൻ പറ്റും, മോറൽ വാല്യൂസ് ഹ്യൂമൻ ഡിഗ്നിറ്റിയെ റിഗാർഡ് ചെയ്ത് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ബഹുമതി കൊടുക്കണം, അല്ലെങ്കിൽ നമുക്കൊരു ഈക്വൽ റെസ്പെക്ട് സൊസൈറ്റിയിൽ എല്ലാവർക്കും കിട്ടണം എന്നുള്ളത്, ഡിഗ്നിറ്റി പ്രൊട്ടക്ട് ചെയ്യാനുള്ളത്. അതുപോലെ ഇന്റർനാഷണൽ ലോസിലേക്കും നമ്മുടെ UN ചാർട്ടർ, ICCPR, ICSCR ഇതിലേക്കൊക്കെ വഴിയൊരുക്കി. ഇത് എഗെയിൻ എന്തിനേക്ക് പ്രൊമോട്ട് ചെയ്തു, ഹ്യൂമൻ റൈറ്റ്സ് അവിടെ പ്രൊമോട്ട് ചെയ്യാനായിട്ടും കാര്യമാക്കി. ഇപ്പൊ ലോസ് മോറൽ വാല്യൂസ് സൊസൈറ്റിയിൽ കൊണ്ടുവരാനായിട്ട്, മോറൽ വാല്യൂസ് ലോസ് കൊണ്ടുവരാനായിട്ടും ഒക്കെ വഴിയൊരുക്കുന്നുണ്ട്. സോ ഈ എക്സാമ്പിൾസിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ് മോറൽ വാല്യൂസ് ഒരു ലെജിസ്ലേറ്റീവ് ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കുന്നത്, ആൻഡ് എങ്ങനെയാണ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ലോ ആൻഡ് മൊറാലിറ്റി തമ്മിൽ ജൂറിസ്പ്രുഡൻസിലും എന്നുള്ളതാണ് കേട്ടോ. സോ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും നമുക്ക്, ലോയും മൊറാലിറ്റിയും എസെൻഷ്യൽ ആണ് ഒരു ലീഗൽ സിസ്റ്റം എങ്ങനെ ഇവോൾവ് ചെയ്തു എന്ന് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ സൊസൈറ്റൽ നീഡ്സ് അനുസരിച്ച് എങ്ങനെയാണിത് ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ. ഇത് രണ്ടും റെഗുലേറ്റ് ചെയ്യുന്ന എന്ത് തന്നെയാണ്, ഹ്യൂമൻ ബിഹേവിയർ റെഗുലേറ്റ് ചെയ്യുന്നതാ. പക്ഷെ രണ്ട് ഡിഫറെന്റ് മെക്കാനിസത്തിലൂടെയാണെന്ന് മാത്രം. ലോ ഒരു ഫോർമൽ സ്ട്രക്ചർ ആണ്, സ്റ്റേറ്റ് വഴി ആയിട്ട് ബാക്ക് ചെയ്ത്, അതായത് ചെയ്തില്ലെങ്കിൽ നമുക്ക് പണിഷ്മെന്റും ഉണ്ട്. മൊറാലിറ്റി അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ഫ്രെയിംവർക്ക് ആണ്, ഓരോരുത്തരുടെ പേഴ്സണൽ ബിലീഫ് അല്ലെങ്കിൽ കൾച്ചറൽ സ്റ്റാൻഡേർഡ്സ് വഴിയായിട്ടൊക്കെ വരുന്നതാണ്. ചില സിറ്റുവേഷനിൽ ഇത് തമ്മിൽ ഓവർലാപ്പ് ചെയ്യാറുമുണ്ട്, ലോയും മൊറാലിറ്റിയും തമ്മിൽ. എന്നാൽ ഇത് തമ്മിൽ ഡിഫറൻസും ഉണ്ട്, എന്നാൽ ഇത് യുണീക്കും ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഒരു ലീഗൽ സിസ്റ്റത്തിനെ മോറൽ സ്റ്റാൻഡേർഡുകൾ വഴിയായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഒരു മോറൽ സ്റ്റാൻഡേർഡുകൾ വഴിയായിട്ട് ലീഗൽ സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ ലോയ്ക്ക് സൊസൈറ്റിയെ മോറലി ചേഞ്ച് ചെയ്യാനായിട്ടും സാധിക്കും. സോ ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ നോക്കുക. ആരാണ് ഫുള്ളർ എന്തിനെ സപ്പോർട്ട് ചെയ്തേ, അതുപോലെ തന്നെ ഹാർട്ട് എന്തിനെ പറ്റിയാണ് പറഞ്ഞത്, ആ പോയിന്റ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. ലീഗൽ പോസിറ്റീവ്സ് എന്താ, നാച്ചുറൽ ലോ എന്താണ് പറയുന്നത്, ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. മെയിൻലി ഹാർട്ട് എന്താ പറയുന്നത്, ഫുള്ളർ എന്താണെന്ന് മനസ്സിലാക്കുക, ആ രണ്ട് തിയറീസും എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന്. പിന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക, എന്താണ് ലോ, എന്താണ് മൊറാലിറ്റി, ഇത് തമ്മിലുള്ളൊരു കണക്ഷൻ എങ്ങനെയാ എന്നുള്ളത്. സോ താങ്ക് യു. ഇത്രയാണ് നമ്മൾ ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ലോ ആൻഡ് മൊറാലിറ്റി തമ്മിലുള്ള ലീഗൽ റിലേഷൻഷിപ്പ് ജൂറിസ്പ്രുഡൻസിലുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലീഗൽ റൈറ്റ് ആൻഡ് ലീഗൽ ഡ്യൂട്ടി നോക്കാം. ഇനി നമുക്ക് ഇപ്പം ഇത്രയും നമ്മൾ നോക്കിയത് കുറച്ച് തിയറീസ് അല്ലെങ്കിൽ സ്കൂളുകളൊക്കെയാണ് ജൂറിസ്പ്രുഡൻസിലെ. ഇനി നമുക്ക് നോക്കാനുള്ള കുറച്ച് ലീഗൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള കുറച്ച് ലീഗൽ കോൺസെപ്റ്റുകളാണ് നോക്കേണ്ടത്. അപ്പൊ ലീഗൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ്, ഡ്യൂട്ടി, ഓണർഷിപ്പ്, പൊസഷൻ, പ്രോപ്പർട്ടി, ഇങ്ങനെയുള്ള 4-5 ലീഗൽ കോൺസെപ്റ്റുകളെ പറ്റിയും ജൂറിസ്പ്രുഡൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പിൾസ്, സ്കൂൾസ്, തിയറീസ് മാത്രമല്ല ലീഗൽ കോൺസെപ്റ്റ്സും ഉണ്ട്. ആ ലീഗൽ കോൺസെപ്റ്റ്സും കൂടി കഴിയുമ്പോൾ നമ്മുടെ ജൂറിസ്പ്രുഡൻസിന്റെ ടോപ്പിക്ക് തീരുന്നത്. സോ നിങ്ങൾ എല്ലാവരും ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ പോർഷനിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി കൂടുതൽ ഇടുന്നതായിരിക്കും. ആ ഒരു ഏരിയ ഭയങ്കര ചെറുതായിട്ടുണ്ടായിരുന്നു ആയതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പ്രീസിഡന്റ് ഇട്ടപ്പോൾ നിങ്ങൾക്ക് റേഷ്യോ ഡിസിഡന്റിയും സ്റ്റാരോ ഡിസീസും കൂടി ഇൻക്ലൂഡ് ചെയ്തായിരുന്നു അതിന് മുമ്പത്തെ ടെസ്റ്റിൽ. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ടുവെക്കാം. നെക്സ്റ്റ് ക്ലാസ് ഉടനെ വരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.